മോർണിംഗ് റിപ്പോർട്ടർ തുടർന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രകോപിതരായ ട്രംപ് അനുകൂലികൾ US പാർലമെന്റ് മന്ദിരത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി. പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെ പോലീസ് വെടിവയ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്ന ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു. തുടർന്ന് ട്രംപിന്റെ അക്കൗണ്ട് ട്വിറ്റർ നീക്കം ചെയ്തു. 24 മണിക്കൂറത്തേക്ക് അക്കൗണ്ട് സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ജോസഫ് ചാലിൽ, വിൻസെന്റ് സേവ്യർ, ജെയിംസ് കുരിക്കാട്ടിൽ, പ്രേം വേലായുധൻ, CG ഡാനിയൽ. ആദ്യം CG ഡാനിയൽ, നമ്മൾ ഈ കാണുന്നത് അമേരിക്ക തന്നെയാണോ? ക്യാപിറ്റൽ ബിൽഡിംഗ് തന്നെയാണോ? അതോ സ്വപ്നം കാണുകയാണോ? ഇത് ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് ഇത് കണ്ടപ്പോൾ ഇന്ത്യയിലെ പണ്ട് ബാബരി മസ്ജിദിലെ ഡിമോളിഷന് ക്യാപിറ്റൽ ഹില്ലിൽ ആൾക്കാർ ക്ലൈംബ് ചെയ്തുകൊണ്ട് സെയിം അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. ബാബരി മസ്ജിദിലെ കർസേവക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആൾക്കാർ ചാടിക്കുന്ന പോലെ ഇത് വളരെ ആസൂത്രിതമായിട്ട് നേരത്തെ കരുതി കൂട്ടി ചെയ്ത ഒരു നടപടിയാണിത്. ഒരു കാരണവശാലും ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല. ഈവൻ റിപ്പബ്ലിക്കൻസിന്റെ സീനിയർ മോസ്റ്റ് സെനറ്റർ ലിൻസെ ഗ്രഹാം ഒരു അല്പനേരം മുമ്പ് സെനറ്റർ പറയുകയുണ്ടായി, ചലഞ്ച് ചെയ്യുവാണ് പ്രസിഡന്റിനോട്, സ്റ്റോപ്പ് ദിസ് മാഡ്നസ്, ഈ ഭ്രാന്ത് നിർത്തുവാന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്ത മനുഷ്യനാണ് നേരത്തെ. അതുപോലെ ഈ ഇത്രയും ഇവിടെ കൊണ്ടുവന്നിട്ട് അരിസോണയിലെ വോട്ടിങ്ങിന് വോട്ടിട്ടിട്ട് 6 പേര് മാത്രമേ, ഈവൻ ടെഡ് ക്രൂസിന്റെ കൂട്ടത്തിൽ തന്നെ 10-13 പേരുണ്ടായിരുന്നു. അവർ ലാസ്റ്റ് മൊമെന്റിലെ ഈ അക്രമങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കൂറുമാറി. അവർ ഒരു കാരണവശാലും ട്രംപിനോട് അനുവദിക്കുന്നില്ല. 13 പേര് ഇത് കൊണ്ടുവന്നിട്ട് 6 പേര് മാത്രമേ അതിന് സപ്പോർട്ടായിട്ട് വോട്ട് ചെയ്തുള്ളൂ. ഞങ്ങളുടെ ടെക്സാസിലെ 2 സെനറ്റർമാരുണ്ട്. ഒന്നാണ് ടെഡ് ക്രൂസ്, മറ്റേത് ജോൺ കോർണിയൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഒരു കാരണവശാലും പുള്ളി ന്യായീകരിക്കാൻ പറ്റത്തില്ല. ജനങ്ങൾ, നമ്മുടെ അമേരിക്കയുടെ ഡെമോക്രസി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ദയനീയത തോന്നി, വളരെ സങ്കടം തോന്നി. ഇത്ര വലിയൊരു രാജ്യത്ത് മറ്റു ലോകരാഷ്ട്രങ്ങൾ മുഴുവനും നമ്മുടെ ഡെമോക്രസിയെ പറ്റി, നമ്മുടെ അമേരിക്ക മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു റോൾ മോഡലായിരുന്നു. അത് സത്യത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലൊരു പഴഞ്ചൊല്ലുണ്ട്, മിട്ടി മേ മിലാദിയ ഇജ്ജത്ത്, അമേരിക്ക ഇജ്ജത്ത് മിട്ടി മേ മിലാദിയ. ട്രംപ് സാഹബ് കരുതി കുട്ടിയാണ് ഇത് വന്നത്. ഒരു കാരണവശാലും പുള്ളി സ്ഥാനം ഒഴിയത്തില്ലെന്ന് നിർബന്ധിച്ചിരിക്കുവാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പുള്ളി അത് കൺസിഡർ ചെയ്യുന്നില്ല തോൽവിയായിട്ട്. ദയവായി തുടരുക. ശരി, വ്യക്തമാക്കി കഴിഞ്ഞു താങ്കളുടെ നിലപാട്. വിൻസെന്റ്, ഇത് പ്ലാൻഡ് കൂ ആയിട്ടാണോ കാണേണ്ടത്? Absolutely. I was there with all these people right there on the Capitol deck where they were preparing the deck for the inauguration. Some people got really excited and they started doing things, and they climbed. About 50 people breached the perimeter of the Capitol and got inside, and they did nasty things. Of course, it was a really bad day for America. Everybody has to accept that. Violence is not in the Constitution. We can do anything and everything until that is written in the Constitution, until that is legal, and that is what we stand for. I was there personally with another 20 Indian American friends. ഇത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം LK അദ്വാനി പറഞ്ഞ പോലെയാണല്ലോ, ഒരു പ്ലാൻഡ് അറ്റാക്ക് ആണെന്നൊക്കെ പറയുന്നത്. നമ്മുടെ ബാബറി മസ്ജിദ് അറ്റാക്ക് അല്ല, അതാണ് നേരത്തെ CG ഡാനിയൽ പറഞ്ഞത്. അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ബാബറി മസ്ജിദാണ്. ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം LK അദ്വാനി പറഞ്ഞതുപോലെയാണ് താങ്കൾ പറയുന്നത്. വിൻസെന്റ്, ഞാൻ അങ്ങനെ LK അഡ്വാനി എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് വാട്ട് ഐ സോ. ഐ വാസ് ദേർ. LK അഡ്വാനി വാസ് നോട്ട് ദേർ വെൻ ബാബറി മസ്ജിദ് വാസ് ബീയിങ് dismantled. LK അഡ്വാനി വാസ് സിറ്റിംഗ് ഇൻ സം കംഫർട്ട് ഓഫ് സം ഓഫീസ് റൂം. LK അദ്വാനി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. നോക്കൂ, LK അദ്വാനി ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമാണ് അത് എന്നാണ്. നോക്കൂ, നിങ്ങളൊരു ക്രൗഡിനെ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു പ്രസിഡന്റ് ആകുമ്പോൾ പ്രസിഡന്റ് പദവിയിൽ തോറ്റാൽ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതിന് കൺസീഡ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഒരു മഹത്തായ മാതൃക അമേരിക്കൻ ജനാധിപത്യത്തിലുണ്ട്. ആ മഹത്തായ മാതൃക പിന്തുടരാതെ ഒരു ജനതയെ, ഒരു വളരെ വളരെ മൈക്രോ മൈനോറിറ്റി ജനത എപ്പോഴും ഉണ്ടാവുമല്ലോ വയലൻസിന്, അവരെ എപ്പോഴും സെറ്റ് ചെയ്യുക, അവരെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുക. അവസാന ഘട്ടത്തിലാകുമ്പോൾ ആ ജനത സ്വാഭാവികമായും ചെയ്യുന്നതേ ഇപ്പോൾ ക്യാപിറ്റോൾ ബിൽഡിങ്ങിൽ ചെയ്തിട്ടുള്ളൂ. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കണ്ടേ? ഞങ്ങളുടെ കയ്യിൽ ഫാക്ട്സ് ഉണ്ട്, റൈറ്റ്? ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിഡ്ന്റ് ഹിയർ ദാറ്റ്. ദാറ്റ്സ് വാട്ട് ദ പ്രോബ്ലം ഈസ്. സുപ്രീം കോർട്ട് ഡിഡ്ന്റ് ഹിയർ ദ കേസ്. എനി അതർ കോർട്ട്സ് ഡിഡ്ന്റ് ഹിയർ ദ കേസ്. ദേ റിജക്റ്റഡ് ദ കേസ് ബേസ്ഡ് ഓൺ അതർ റീസൺസ്, ലൈക്ക് അവർക്ക് സ്റ്റാൻഡിംഗ് ഇല്ലാത്തത് കൊണ്ടോ സമയം ലേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് കോർട്ട് കേസ് റിജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദർ വാസ് നോ വെരി എക്സോസ്റ്റീവ് ഓഡിറ്റിംഗ് നടന്നിട്ടില്ല ഈ പ്രോസസ്സിൽ. വളരെ വളരെ ക്ലിയർ ആയിട്ട്, വളരെ നമ്പേഴ്സ് ആർ ഓൺ അവർ സൈഡ്. വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് രാത്രി കൊണ്ടുവന്ന വോട്ടുകൾ കൊണ്ടാണ് ബൈഡൻ ജയിച്ചിരിക്കുന്നത്. മാസീവ് ആയിട്ടുള്ള ഭൂരിപക്ഷം കണ്ട് ഉറങ്ങാൻ പോയ ഞങ്ങളെ
നേരം എഴുന്നേറ്റപ്പോഴത്തേക്കും വിട്ടികളാക്കുന്ന രീതിയിലുള്ള ഇലക്ഷനാണ് നടന്നത്. അപ്പൊ ഇതിന് അതൊരു ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ എവറിഥിങ് ഈസ് ഫൈൻ. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് പ്രസിഡന്റ് ട്രംപ് ഞങ്ങൾക്ക് തരുന്നത് ഒരു ടൂളാണ്. അദ്ദേഹം ഇത് അംഗീകരിക്കാതെ കൺസീഡ് ചെയ്യാതെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അദ്ദേഹത്തിനോട് താങ്ക്ഫുൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹം കൺസീഡ് ചെയ്ത് തീർന്നു. ഇതിപ്പോ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ അദ്ദേഹം തരുന്നു. ബിക്കോസ് ഫൈറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ദയവായി തുടരുക ശ്രീ വിൻസൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ശ്രീ പ്രേം വേലായുധൻ, നോക്കൂ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ സി ജി ഡാനിയൽ, നമുക്ക് നല്ലൊരു ചർച്ച കൊണ്ടുപോകാം, സമയമുണ്ട്, എല്ലാവർക്കും അവസരം തരും. ശ്രീ പ്രേം, എങ്ങനെയാണ് ശ്രീ വിൻസൻ പറയുന്നത്? ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് കോൺടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കേസ് കോടതിയിലുണ്ട്, കോടതി എടുക്കണ്ടേ? വിൻസൻ പറയുന്നത് പാടെ തെറ്റാണ്. ഒരു വസ്തുതയും ഇല്ലാത്ത ഒരു ആർഗ്യുമെന്റും ഒരു സ്റ്റാൻസ് ആണ്. ഇന്ന് നടന്നത് ട്രംപ് രാവിലെ എലിപ്സിൽ വെച്ചിട്ട് അവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ ഒരു മെജോറിറ്റി പങ്ക് വൈറ്റ് സുപ്രീമസിസ്റ്റും പ്രൗഡ് ബോയ്സ് ആണ്. അവരുടെ അടുത്ത് പോയി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്ന അനുമതി കൊടുത്തിട്ടാണ് അവര് പോയി ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ കോടതി വിധി ഒക്കെ പറയുന്നത് 80 കോടതികൾ തള്ളിക്കളഞ്ഞ കേസുകളാണ്. അതിൽ വെറും എല്ലാം കാര്യമായിട്ട് എല്ലാം ആർഗ്യുമെന്റ്സ് റിപ്പബ്ലിക്കൻസ് വെച്ചിട്ട് റിപ്പബ്ലിക്കൻ ലോയേഴ്സ് തന്നെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് കോർട്ട് ക്രെഡിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ആണ് എല്ലാം റിജക്ട് ചെയ്തിരിക്കുന്നത്. അത് എല്ലാം മനസ്സിലാക്കിയിട്ടും എല്ലാം ഫാക്ട്സും കയ്യിലുണ്ടായിട്ടും ഒരു കൂട്ടം ആൾക്കാര് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു തരം പ്രാന്താണ്. ഈ പ്രാന്തിനെയാണ് ഈ ലിൻസി ഗ്രാം ഫ്ലോർ ഓഫ് ദ സെനറ്റിൽ വെച്ച് പറഞ്ഞത് സ്റ്റോപ്പ് യുവർ മാഡ്നെസ് മിസ്റ്റർ പ്രസിഡന്റ് എന്ന്. അവർക്ക് വരെ തെളിഞ്ഞു. പക്ഷെ ഇപ്പോഴും സാധാരണക്കാരായ പല ആൾക്കാര് ഇപ്പോഴും അത് വിശ്വസിച്ച് നടക്കുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. ശ്രീ ജോസഫ് ചാലിൽ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇന്നത്തെ സംഭവത്തെ? ഇത് വളരെ അപലനീയമാണ്. ഇത് വളരെ കഷ്ടമായി പോയി. അമേരിക്കയുടെ ചരിത്രത്തില് ഇതൊരു ഇറ്റ്സ് എ സാഡ് ഡേ. വേറൊരു കുഴപ്പമുണ്ട്, നമ്മളെല്ലാവരും ലോകം മൊത്തം ഈ കൊറോണയും അങ്ങനെയുള്ള ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ പലതരത്തിൽ കഷ്ടപ്പെടുന്ന വേദന ആൾക്കാരും ബന്ധുക്കൾ മരിച്ചവരൊക്കെ ആയിട്ട് എല്ലാവരും അപ്സെറ്റ് ആണ്, എല്ലാവരും ആംഗ്രിയാണ്, എല്ലാവർക്കും ഒത്തിരി അരിശമുണ്ട്. അപ്പം ഒരു ചെറിയൊരു കാരണം കിട്ടിയാൽ മതി നമ്മൾ അങ്ങ് പൊട്ടിത്തെറിക്കാനായിട്ട്. അപ്പം അതുപോലെ ഉണ്ടായതെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ പോലും ഒരു അമേരിക്കൻ മിലിറ്ററി വെറ്ററൻ ഒരു ചെറിയ ഒരു പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി ഇതിനുവേണ്ടി മരിച്ചു. അതെങ്ങനെ മരിച്ചെന്ന് അറിയില്ല. നെഞ്ചത്ത് വെടി കൊണ്ടെന്നാ പറയുന്നത്. അത് ആര് വെടിവെച്ചെന്നും അറിയില്ല. എന്തുണ്ടായാലും ഞാൻ കണ്ട കുറെ പിക്ചേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മുടെ നാൻസി പെലോസിയുടെ കസേര കയറി ഇരിക്കുകയും അല്ലെങ്കിൽ സെനറ്റിന്റെ മൈക്ക് പെൻസിന്റെ ചെയറിൽ കയറി ഇരുന്ന് സെൽഫി എടുക്കുകയും പോഡിയം എടുത്തു മാറ്റിക്കൊണ്ട് പോവുകയും ദാറ്റ് വാസ് അൺകോൾഡ് ഫോർ. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അമേരിക്കൻസ് മിക്കവാറും ഒരു ലോ അബൈഡിങ് സിറ്റിസൺസ് ആണ്. ഏത് പാർട്ടി ആയാലും, റിപ്പബ്ലിക്കൻസ് ആയാലും ഡെമോക്രാറ്റ്സ് ആയാലും വയലൻസിനെ ആരും അനുകൂലിക്കുന്നില്ല. എനിക്കൊന്ന് ട്രംപിന് ഇത് ഒഴിവാക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ട്. ഇത്രയും ആൾക്കാർ വന്നിട്ട് 10-50 പേര് കൂടിയാൽ ക്യാപിറ്റോളിന്റെ വാള് തള്ളി കയറുമെങ്കിൽ നമ്മുടെ അമേരിക്കൻ ഡിഫൻസിന്റെ, അമേരിക്കൻ പോലീസിന്റെയും വാഷിംഗ്ടൺ DC പോലീസിന്റെയും ഫെയിലിയർ ആണ്. അവരെ മിലിറ്ററി നേരത്തെ വിളിക്കാമായിരുന്നു. വിളിച്ചപ്പോൾ ലേറ്റായി പോയി. അധികം പോലീസ് പ്രസൻസ് ഇല്ലായിരുന്നു അവിടെ. സാധാരണ ബ്ലാക്ക് ലൈഫ്സ് മാറ്ററിന്റെ ഒക്കെ പ്രൊട്ടസ്റ്റ് വന്നപ്പോഴത്തേക്കും ഇതിന്റെയൊക്കെ 3 ഇരട്ടി അല്ലെ 10 ഇരട്ടി പോലീസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ദാറ്റ് ഷുഡ് ഹാവ് ബീൻ എക്സ്പെക്ടഡ്. അത് ചെയ്തില്ല. അത് ആരുടെ കുഴപ്പമാണെന്ന് ഇനി കണ്ടുപിടിക്കും. പക്ഷെ ഇറ്റ് ഈസ് എ ഫെയിലിയർ ഓഫ് ദ പോലീസ്, ഓഫ് ദ ഡിഫൻസ്, ഓഫ് ദ ഇന്റലിജൻസ്. എന്നിരുന്നാലും ഇറ്റ്സ് എ സാഡ് ഡേ ഫോർ ഓൾ ഓഫ് us. ഏത് പാർട്ടി ആയാലും കുഴപ്പമില്ല, അത് ഒഴിവാക്കാമായിരുന്നു. ശ്രീ ജെയിംസ് കുരിക്കാട്ടിൽ, എന്തെങ്കിലും ട്രംപിന് ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഇന്നത്തെ ഈ സംഭവത്തോടു കൂടി അവസാനിച്ചു എന്നാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ട്രംപ് ഒരു സൗഹൃദമൊക്കെ ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ കണ്ടല്ലോ. GCC കൺട്രീസിനിടയിൽ ഇറാഖിനെതിരായിട്ടുള്ള ഉപരോധമൊക്കെ അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിൻ്റെ അവസാനത്തോടു കൂടി കഴിഞ്ഞു. ഇസ്രായേലുമായി അറബ് രാഷ്ട്രങ്ങൾക്ക് പുതിയൊരു ബന്ധം കുറിച്ചു. അങ്ങനെ ട്രംപിനൊരു ലെഗസി ഉണ്ടായിരുന്നു. അത് കൂടിയാണോ കുറഞ്ഞാണോ എന്നുള്ളത് നിങ്ങൾ അമേരിക്കൻ ജനത വിലയിരുത്തുക.
പക്ഷേ ഞങ്ങൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയുണ്ടായിരുന്നു ട്രംപിന്, അതുകൂടി ഇന്ന് അവസാനിച്ചു. അതായത് അമേരിക്ക ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കാർ അംഗീകരിക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ പേരിലാണ്. ആ ജനാധിപത്യത്തെ ഹനിക്കുന്ന ഒരാളായി ട്രംപ് മാറിയിട്ടുണ്ടോ ഇന്നത്തെ സംഭവത്തോടു കൂടി? തീർച്ചയായിട്ടും നികേഷ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ലജ്ജാകരമായ ഒരു ദിവസമാണിന്ന്. ഇന്ന് എനിക്ക് നേരത്തെ വിൻസെന്റ് സംസാരിക്കുന്ന കേട്ടപ്പോൾ ഇന്ന് നടന്ന ഈ കലാപത്തെ, ഞാൻ കലാപം എന്നുള്ള ആ വാക്ക് തന്നെയാണ് പറയുന്നത്, കാരണം ഇന്ന് നടന്നത് ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല, ഒരു പ്രതിഷേധ സമരമായിരുന്നില്ല. ഇറ്റ് വാസ് ലിറ്ററലി എ കൂപ്പ് അറ്റംപ്റ്റ്, എ ഡൊമസ്റ്റിക് ടെറർ അറ്റാക്ക് ആയിരുന്നു ഇന്ന് നടന്നത്. അതിനെ എത്ര നിസ്സാരവൽക്കരിച്ചാണ് നേരത്തെ വിൻസെന്റ് സംസാരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഇപ്പോൾ ഈ അവസരത്തിലും ഈ ട്രംപിന്റെ കൂടെയുള്ള സെനറ്റർമാർ വരെ പോലും അതിനെ തള്ളി പറയുമ്പോഴും ഈ ട്രംപിനെയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും വിൻസെന്റിനെ പോലുള്ളവർ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇന്നത്തെ ഈ സംഭവത്തില് നികേഷ് ചോദിച്ചതുപോലെ തന്നെ മുറിവേറ്റത് അമേരിക്കയുടെ ജനാധിപത്യ സംവിധാനത്തിനാണ്. മുറിവേറ്റത് ഒരു വേൾഡ് ലീഡർ എന്ന നിലയ്ക്കുള്ള അമേരിക്കയുടെ അഭിമാനത്തിനാണ്. മുറിവേറ്റത് അമേരിക്കയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിനാണ്. ഈ രാഷ്ട്രീയ പാരമ്പര്യം ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു ചരിത്രം കൂടെ വളരെ പെട്ടെന്ന് പറയാം. 2000 അൽഗോറും ബുഷും തമ്മിൽ നടന്ന ഇലക്ഷന് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. അന്ന് ഒരു സ്റ്റേറ്റിലെ, ഫ്ലോറിഡ എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റിലെ 537 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജോർജ് ബുഷ് ജയിക്കുന്നത്. പക്ഷെ അൽഗോർ കൺസീഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്നത്തെ പോലെ മഹാകലാപങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയിലൊക്കെ പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ പാർലമെന്റിന്റെ ക്യാപിറ്റോൾ ഹില്ല് ആക്രമിച്ച് അതിന്റെ ഉള്ളിൽ കയറി നമ്മൾ കണ്ടു. അവിടുത്തെ സ്പീക്കറുടെ കസേരയിലൊക്കെ ഓരോരുത്തർ കയറി ഇരിക്കുന്ന അവസ്ഥ കണ്ടു. ആ രീതിയിൽ കൂടി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി ക്യാപിറ്റോൾ ഹില്ല് വരെ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ. പിന്നെ നികേഷ് ചോദിച്ച ഒരു ചോദ്യം കൂടെ പറയാം. നികേഷ് ചോദിച്ചു ഇവിടുത്തെ പല രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളും ഇസ്രയേലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയത് ട്രംപാണ്. സത്യത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായുള്ള രാജ്യങ്ങളുമായിട്ടുള്ള പോലും ബന്ധങ്ങൾ മോശമാക്കിയ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഈ മനുഷ്യൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റേസ് വാർ ഇവിടെ ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ജന്മനാ ഒരു വംശവെറിയനും ഇത്രയും മിസോജിനിസ്റ്റിക്കും സെനോഫോബിക്കും റേസിസ്റ്റിക്കും നാസിസ്റ്റിക്കുമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈവൻ എനിക്ക് ഓർമ്മ വരുന്ന ലിൻസി ഗ്രാം 2016 ട്വീറ്റ് ചെയ്തൊരു വാക്കാണ്, if we nominate Trump, we will get destroyed and we will deserve it എന്ന്. 2016 പിന്നീട് ലിൻസെഗ്രാം അദ്ദേഹത്തിന്റെ വലിയ ആളൊക്കെ ആയി മാറി. പക്ഷെ 2016 അദ്ദേഹം ട്വീറ്റ് ചെയ്തൊരു സെന്റൻസ് ആയിരുന്നു. ദാറ്റ് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് നൗ. ഇവിടെ ഒരു കാര്യം കൂടി ഓർപ്പിക്കാനുള്ളത്, നമ്മൾ പൊതുവെ ഇന്ത്യയിലൊക്കെ ഈ രാഷ്ട്രീയക്കാർക്കെതിരെ സംസാരിക്കുന്നവരാണ്. രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണ്, രാഷ്ട്രീയക്കാരെല്ലാം വളരെ മോശമായ അഭിപ്രായമാണുള്ളത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയത്തിൽ ഒരു പരിചയവുമില്ലാത്ത വെറും ഒരു കള്ള കച്ചവടക്കാരൻ ഈ രാജ്യത്തിന്, എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഈ രാജ്യത്തിന് ഒരു സെനറ്റർ ആകാത്ത, ഒരു കോൺഗ്രസ്മാൻ ആകാത്ത, ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ ആകാത്ത, ഒരു സിറ്റിയുടെ മേയർ ആകാത്ത, ഈവൻ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാത്ത ഒരു കച്ചവടക്കാരനെ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കിയതിന്റെ ഒരു പരിണത ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ പറയുന്നത് ഹി ഷുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പുതിയ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിയമപരമായ നടപടി വേണമെങ്കിൽ അത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീ ജെയിംസ് കുരിക്കാട്ടിൽ, ശ്രീ ജെയിംസ് കുരിക്കാട്ടിൽ ഉപയോഗിച്ച വാക്കുകളെല്ലാം കടുത്തതാണ്. താങ്കൾക്കായിരിക്കും നേരിട്ട് പ്രതികരിക്കാൻ അക്കാര്യത്തിൽ താല്പര്യമുണ്ടാവുക. ഇനി മലയാളത്തിൽ താങ്കൾ ഫ്ലുവന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. പറയുമ്പോൾ നല്ല കടുത്ത വാക്കുകളായിരിക്കണം. I don't know who James is. I don't know what his background is. But that is utter nonsense what he is talking about. In politics, people attack each other. What Hillary has told about Obama, what Obama has told about Hillary, that's all history. That's all, Graham has said about Trump. So when he is talking about he's a kachodakaran and all that, he doesn't have a clue. 450 കമ്പനിയിൽ 450 റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ 4 കമ്പനി ബാങ്ക്രപ്സിക്ക് ഫയൽ ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ഒരു വളരെ ഫ്രോഡ് കച്ചവടക്കാരനാവുന്നത്. അമേരിക്ക എപ്പോഴും സെക്കൻഡ് ചാൻസ് നൽകുന്ന രാജ്യമാണ്. ഇവിടെ ബാങ്ക്രപ്സി ഫയൽ ചെയ്യുന്നത് വലിയ ആന കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ എല്ലാ ഹിസ്റ്ററിയും 3.5 വർഷം $40 മില്യൺ മുടക്കി 400 വിറ്റ്നസിനെ ഇത് ചെയ്തു, മുള്ളറും ചെക്ക് ചെയ്തു. ഒരു കോപ്പും കണ്ടുപിടിക്കാൻ പറ്റില്ല. പച്ച മലയാളത്തിൽ നല്ല ഭാഷ തന്നെ പറയാം, ഒരു കോപ്പും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താണ് ജെയിംസ് പുലമ്പെന്നും ജെയിംസിന് പോലും അറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ ഈ അമേരിക്കയുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ ഐ ഹാവ് വൺ തിങ് ടു ടെൽ യു. ഈ പണ്ട് നാട്ടിൽ നമ്മുടെ നമ്പൂതിരിമാര് ഈ കുളിച്ചില്ലെങ്കിലും കോണകം പുറപ്പെടുത്തിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു.
അതാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ല, അമേരിക്കയിൽ വോട്ടർ ഐ ഡി ഇല്ല, സിഗ്നേച്ചർ വെരിഫിക്കേഷനിലൂടെ വോട്ട് ചെയ്യാൻ. ഇന്ത്യയിൽ പറ്റുമോ? നിങ്ങൾ ചോദിച്ചു നോക്കുക, നികേഷ് ചോദിക്കുക, ഇന്ത്യയിൽ സാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. വോട്ടർ ഐ ഡി ഇല്ലാതെ, സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ഇല്ലാതെ 50% കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തോരം ഫ്രോഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുക. എന്നെ സംബന്ധിച്ച് ട്രംപിനോടുള്ള ആരാധനയൊന്നും അല്ല ഇതിനകത്ത് കാര്യം. വോട്ടർ ഐ ഡി ഇല്ല, സിഗ്നേച്ചർ വേണ്ട, കേസ് കൊടുത്താൽ കോടതി എടുക്കില്ല. അപ്പോ ഇന്ന് ക്യാപിറ്റോൾ ബിൽഡിംഗിൽ കണ്ടതുപോലെ അല്ല, അമേരിക്ക ഒരു ബനാന റിപ്പബ്ലിക് ആണെന്നാണോ റിപ്പബ്ലിക്കൻ ആരാധകർ പറയുന്നത്? അമേരിക്ക ഒരു ബനാന റിപ്പബ്ലിക് ആണെന്നല്ല. അമേരിക്ക കാണിക്കുന്ന ഈ ഷോ, അമേരിക്കനോടുള്ള എല്ലാവർക്കും ഉള്ള ആരാധന, വാറിൽ അമേരിക്ക കാണിക്കുന്ന മഹത്വങ്ങൾ, ഇത് വെച്ചുകൊണ്ട് അമേരിക്കൻ അസസ് ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലൊരു ചാനലിൽ ഞാൻ സംഭാഷണത്തിന് ചെന്നപ്പം ആ ചാനലിലെ സംഭാഷണം നടത്തുന്നയാളെ മോഡറേറ്റർ വിചാരിച്ചിരിക്കുന്നത് അമേരിക്കയിൽ വോട്ട് ചെയ്യുന്നത് നമ്മൾ ഭയങ്കര ഹൈടെക് അമേരിക്കൻ ജാപ്പനീസ് ടെക്നോളജിയും എന്താണ് ബയോമെട്രിക് ഒക്കെ വെച്ചല്ലേ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, പിന്നെ എന്താണ് വിൻസൻ പറയുന്നതെന്ന് ചോദിക്കുന്നത്. ഇവിടെ സിഗ്നേച്ചർ വേണ്ട ഭാഷ, ഇവിടെ ഐ ഡി വെരിഫൈ ചെയ്യുന്നില്ല, ഇവിടെ ഇൻ പ്രസന്റ് ആൾ പ്രസന്റ് ആവണ്ട. ഇത് ഇന്ത്യയിലും നടക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ജെയിംസിന് അറിയാൻ പാടില്ലെങ്കിൽ ജെയിംസ് ഗെറ്റ് ഇൻ ടു ദ പൊളിറ്റിക്സ്. ഡെമോക്രാറ്റ് ആയാലും കുഴപ്പമില്ല. റിയലി ഗെറ്റ് സീരിയസ്ലി ഇൻ ടു പൊളിറ്റിക്സ് ആൻഡ് യു വിൽ സീ. So it's not fun. American electoral system, James, when you are talking, I didn't interrupt. Even in spite of using all the harsh language you can find, I didn't interrupt. So when I am talking, I expect the same treatment, back. So when I am talking about this, you have to listen. American electoral system has massive problems. We have to fix it. As far as I am concerned, Trump is a tool giving us the platform to bring this dialogue into the serious issues. We need to fix it. Whether Trump becomes president or not becoming president, it's not a matter at this point. But if you don't fix it, the fraudulent Democrat machinery that is expanded from 4 cities to now 9+ cities will expand further. That means America will become a one-party state, which we cannot allow. So that is why it's in the best interest of the Republican Party to take this opportunity to push and clean up this mess. We need voter ID for people to vote. ഇവിടെ ഡ്രൈവ് ചെയ്യാനായിട്ട് വോട്ട് ഐ ഡി വേണം, എന്ത് സംഭവത്തിനും വോട്ട് വേണം. എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ മാത്രം ഐ ഡി വേണ്ട? നിങ്ങൾ ചോദിക്കൂ. ട്രംപിനോട് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ചോദിക്കുന്നു, എങ്ങനെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റവും അമേരിക്കൻ സിസ്റ്റവും തമ്മിൽ ഇത്രയും വേരിയൻസ് വരുന്നു? ഇന്ത്യയിൽ ഒരു കള്ള വോട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടല്ല, അമേരിക്കയിൽ പഴം പോലെ വോട്ട് ചെയ്യാം. മലയാളികളുടെ വീട്ടില് ബാലറ്റ്സ് കിട്ടിയ ഒത്തിരി മലയാളികൾ എനിക്കറിയാം. വോട്ട് റിക്വസ്റ്റ് ചെയ്യാതെ ബാലറ്റ് കിട്ടിയ മലയാളികൾ എനിക്കറിയാം. നാട്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന അപ്പന്റെ അമ്മയുടെയും പേരിൽ ബാലറ്റ് കിട്ടിയ മലയാളികളെ എനിക്കറിയാം. മലയാളികളെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇത് പല സ്റ്റേറ്റുകളിൽ. ഇത് ഫിക്സ് ചെയ്യണ്ടേ? ഇത് ഫിക്സ് ചെയ്യാൻ എന്താണ് ഒരു വഴി? ഇതെല്ലാരും കൂടി കണ്ണടച്ച് കോണാൻ പുറപ്പെടുത്തിട്ടാൽ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? That's why I am fighting for. Yes. I don't really. ദയവായി തുടരുക ശ്രീ വിൻസൻ. പറഞ്ഞോളൂ ശ്രീ അതിന് വിൻസെന്റ് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. ജെയിംസ്, ഈ ട്രംപിന്റെ അനുകൂലികളുടെ ഇപ്പൊ വിൻസെന്റ് സംസാരം കേൾക്കുമ്പോൾ എനിക്കും അയാളെ അറിയില്ല, അയാളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അയാളുടെ പ്രവർത്തനങ്ങളോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അയാളുടെ ഇപ്പോഴത്തെ വർത്താനം കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, പൊതുവെ ഈ ട്രംപിന്റെ അനുകൂലികൾക്കെല്ലാം ഈ ട്രംപിന്റെ എല്ലാ നോൺസെൻസുകളും എല്ലാ അസംബന്ധങ്ങളും എല്ലാ ഇഡിയോട്ടിക് ആയിട്ടുള്ള ആ സംസാരവും ആ ക്ലെയിമുകളും എല്ലാം ഉള്ളവരാണ് ഈ ട്രംപിന്റെ അനുകൂലികളും. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ കേട്ട വിൻസെന്റ് ഭാഗത്തു നിന്ന് കേട്ട ദീർഘ പ്രഭാഷണം. കാരണം ഈ ട്രംപ് പറയുന്നത് പോലെ തന്നെ നുണകൾ പറയാനായിട്ടുള്ള വളരെ കൺവിൻസിംഗ് ആയിട്ട് ആ നുണകൾ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് അത് ഏതായാലും വിൻസെന്റിന്റെ അതിനെ സമ്മതിച്ചേ വെക്കും. ഇവിടെ തന്നെ ഞാൻ മിഷിഗൺ സ്റ്റേറ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടുത്തെ കാര്യം തന്നെ പറയാം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇവിടെ ഡെട്രോയിറ്റ് സിറ്റിയില് 133% വോട്ടിംഗ് നടന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ എന്താണ് ഫാക്ട്? എന്താണ്? 51% ആണ് ഇവിടെ പിന്നെ ഈ ഡെട്രോയിറ്റ് സിറ്റിയിൽ നടന്ന വോട്ടിംഗ് പെർസെന്റേജ് പറഞ്ഞത് 51%. അവിടെയാണ് 133% വോട്ടിംഗ് പൂര കള്ള വോട്ടിംഗ് ആയിരുന്നു എന്ന് പറയുന്നത്. ഇത് ട്രംപ് പറഞ്ഞാൽ ഉടനെ അത് അതേപോലെ ഏറ്റു പറയുന്ന ഇതുപോലെ കുറെ ഏത് അസംബന്ധവും ആവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അതിനാണ് താങ്കൾ മറുപടി പറഞ്ഞത്. ദയവായി തുടരുക ശ്രീ ജെയിംസ് കുരിക്കാട്ടിൽ. ശ്രീ പ്രേം വേലായുധൻ, പക്ഷേ 100 വോട്ട് നടന്നിട്ടില്ല, 10 നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണോ വാദം? ഇപ്പോൾ ഇവിടെ ഷിവിൻസൺ ചൂണ്ടിക്കാണിച്ച ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, വോട്ടർ ID കാർഡില്ല,
ഇപ്പോൾ മലയാളികളായ കുടുംബങ്ങളിൽ തന്നെ നാട്ടിലുള്ള അച്ഛനും അമ്മയുടെയും പേരിൽ വരെ ബാലറ്റ് വരികയാണെന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഉയർന്നു വന്ന വിഷയമാണ്. അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട, ഫിക്സ് ചെയ്യേണ്ട ചില പ്രശ്നങ്ങളെങ്കിലും അമേരിക്കൻ ജനാധിപത്യത്തിലുണ്ടോ? ഒരു ഇന്ത്യൻ ആംഗിളിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല, പക്ഷേ എങ്കിൽ പോലും ശ്രീ വിൻസൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ പ്രേം. അല്ല, വിൻസൻ പറഞ്ഞത് അമേരിക്കൻ ഫെഡറലിസം ശരിക്കും മനസ്സിലാക്കാത്ത കാരണം കൊണ്ടാണ് വിൻസൻ ഇങ്ങനെ പറയുന്നത്. ഇവിടെ സെൻട്രൽ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പോലെ ഒരു ഓർഗനൈസേഷൻ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ ഈച്ച് സ്റ്റേറ്റ് വിൽ ഡിസൈഡ് ഓൺ ഇറ്റ്സ് ഇലക്ഷൻ പ്രോസസ്. അത് ദാറ്റ് ഇസ് ദ ലോ. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ എങ്ങനെ നടത്തണം എന്ന് പറയുന്നത് each of the states constitution has provided for that. ഈ പറയുന്ന elections ഇന്നും ഇന്നലെയും നടന്നതല്ല. For the last 200 years and more, there have been elections. Certification process have been going. The ceremony of electoral vote counting, as it was supposed to have done today, has been going on. There has been issues. അല്ല, അവിടെ ശ്രീ പ്രേം വേലായുധൻ ഞാനൊന്ന് ഇടപെടുകയാണ്. 2000 അൽഗോർ ജോർജ് ഡബ്ല്യു ബുഷ് ജൂനിയർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പോരായ്മകൾ അമേരിക്കയിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു, ലോകമാകമാനം ചർച്ച ചെയ്തിരുന്നു. 2000 കണ്ടുപിടിച്ച പ്രശ്നം 2020 വരെ പോയിട്ടുണ്ട് എങ്കിൽ അതൊരു പക്ഷേ നല്ല മാർജിൻ ഇടയിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം. 2020 ആ മാർജിൻ ഇല്ല എന്ന് എന്തായാലും ട്രംപ് വിചാരിക്കുന്നു, പരിമിതികളുണ്ട് ഇലക്ഷനിൽ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എവിടെയോ കറക്റ്റ് ചെയ്യാനുണ്ട്, ആ കറക്ഷൻ നടന്നിട്ടില്ല എന്നാണ് വാദം. ഈ പറയുന്ന ഈ ആർഗ്യുമെന്റ്, വിൻസെന്റിനെ പോലെ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു ആർഗ്യുമെന്റില് ഒരു പൊള്ളത്തരമുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്റ്റേറ്റ്സിൽ നിന്ന് സെനറ്റേഴ്സും കോൺഗ്രസ് ആൾക്കാരും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ജയിച്ച ആൾക്കാരുടെ വോട്ടിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ പ്രസിഡന്റ് അവിടെ തോറ്റിരിക്കുന്ന കാരണം കൊണ്ടാണ് ഇവർക്ക് സഡൻ ആയിട്ട് ഇലക്ഷനിൽ ഇതൊരു സെലക്ടീവ്. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അങ്ങനെ സെനറ്റേഴ്സ് വന്നിരിക്കുന്നത്? അരിസോണയില് ജയിച്ചില്ലേ? അരിസോണയിൽ ഏത് സെനറ്ററാണ് ജയിച്ചത്? അരിസോണയിൽ ഞങ്ങളുടെ സെനറ്റർ ജയിച്ചായിരുന്നു, പക്ഷെ കള്ളവോട്ട് കാരണം തോറ്റു. മിഷിഗണിൽ ഞങ്ങളുടെ സെനറ്റർ ജയിച്ചായിരുന്നു, പക്ഷെ കള്ളവോട്ട് കാരണം തോറ്റു. ജോർജിയയിൽ ഞങ്ങളുടെ സെനറ്റർ ജയിച്ചായിരുന്നു, അഗൈൻ കള്ളവോട്ട് കാരണം തോറ്റു. ഈ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലത്തെ ഒരു സെനറ്ററും പ്രേമിന് നുണകൾ പറയണമെങ്കിൽ പറയാം, പക്ഷെ പ്രേം അത് എന്റെ പേര് പിടിച്ച് എന്റെ ഇഗ്നോറൻസ് കാരണമാക്കി നുണകൾ പറയരുത്. പ്രേം എന്റെ ഇഗ്നോറൻസ്, എനിക്ക് ഇവിടുത്തെ ഫെഡറൽ സിസ്റ്റം ഒക്കെ അറിയാം, അത് പ്രേം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫെഡറൽ സിസ്റ്റം ഈസ്. പക്ഷെ കള്ളവോട്ട് സ്റ്റേറ്റിൽ നടക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ കള്ളവോട്ട് സ്റ്റോപ്പ് ചെയ്യണം, സ്റ്റേറ്റിൽ സ്റ്റോപ്പ് ചെയ്യണം. അറ്റോർണി ജനറൽ വരെ പറഞ്ഞു കള്ളവോട്ട് നടന്നിട്ടില്ലെന്ന്. ട്രംപ് അപ്പോയിന്റ് ചെയ്ത അറ്റോർണി ജനറൽ വരെ പറഞ്ഞു കള്ളവോട്ട് നടന്നിട്ടില്ല. കള്ളവോട്ട് ഈ Florida, there is no kallavote now because the same way every state has to fix it. That's what we are asking. Yeah. So you should ട്രംപ് തോറ്റപ്പോൾ മാത്രമാണോ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? നേരത്തെ ആവശ്യമില്ല. Virginia, instead of going to the capital and protesting there, you should have gone to Richmond to protest there. Which you did. ഞങ്ങൾ എവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഫ്രീഡം കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പ്രേം പറയണ്ട. ഇതാണ് ഈ ഡെമോക്രാറ്റ്സിന്റെ കുഴപ്പം. പ്രേം അതിന് റിപ്പബ്ലിക്കൻ ആണെന്ന് ക്ലെയിം ചെയ്യുന്നു. പ്രേം ഒരു മിറ്റ് റോംനിയുടെ സപ്പോർട്ടറാണ്, ബെൻസാസിന്റെ സപ്പോർട്ടറാണ്. ട്രംപിന് 2 പ്രാവശ്യവും വോട്ട് ചെയ്യാണ്ടിരുന്ന നെവർ ട്രംപേഴ്സ് ആയിരുന്ന ആൾക്കാരാണ് പ്രേമിന്റെ റിപ്പബ്ലിക്കൻ ആൾക്കാർ. പ്രേമിന് എങ്ങനെ റിപ്പബ്ലിക്കൻ ആണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കണം. ട്രംപ് ദൈവമാണ്, ഞാൻ ട്രംപിന്റെ വിധേയനാണെന്ന് പറഞ്ഞു നടക്കുന്ന ദൈവമല്ല, പ്രേമും ദൈവമല്ല, ആരും ദൈവമല്ല. അല്ലല്ല, ഫ്ലോറിഡയിലെ ഇലക്ട്രൽ സിസ്റ്റം, നികേഷ് ഒരു വളരെ ന്യായമായ ഒരു ചോദ്യം ചോദിച്ചു. ഫ്ലോറിഡയിൽ അത് ഫിക്സ് ചെയ്തു, അതിനുശേഷം പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എ റിപ്പബ്ലിക്കൻ ഗവർണർ ഫിക്സ്ഡ് ഇറ്റ്. ദ സെയിം വേ all states have to fix it. If nobody fixes it, American democracy is going to become a banana republic. We have to fix it. There has been an election, and don't call me names. എനിക്ക് constitutional lawയിൽ വിവരമില്ലെന്നോ ഞാൻ ട്രംപിന്റെ അനുയായിയാണെന്നോ പറയുന്നതുകൊണ്ട് പ്രോബ്ലം സോൾവ് ആവില്ല. There has not been a single provable case which the Republican Party could bring. The courts did not hear the case. No, the courts did not hear the case. Court didn't find any supporting evidence. That's why rejected.
Everything was rejected, Vincent. ശരി അതവിടെ നിൽക്കട്ടെ. അത് ഈ ഘട്ടത്തിൽ ഒരു ഇന്ത്യൻ ആംഗിളിൽ നോക്കൂ ശ്രീ വിൻസൻ, ശ്രീ പ്രേം, അത് ഈ ഘട്ടത്തിൽ ഒരു ഇന്ത്യൻ ആംഗിളിൽ പ്രസക്തമായ വിഷയമല്ല. നിങ്ങൾ അമേരിക്കയിൽ അത് ചർച്ച ചെയ്തോളൂ. പക്ഷേ ഇവിടെ താങ്കൾ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നു ക്യാപിറ്റോൾ ബിൽഡിംഗിൽ. എന്താ സംഭവിച്ചത് ശ്രീ വിൻസൻ? താങ്കൾ നേരിട്ട് കണ്ടതാണല്ലോ. ഞാൻ നികേഷ് ഇതിന്റെ 5ാമത്തെ ട്രംപ് റാലിയാണ്. ട്രംപ് റാലീസ് ആർ വെരി ഫൺ ഇവന്റ്സ്, വെരി പാട്രിയോട്ടിക് ഫെർവർ, lot of drums, lot of music, very fun events. There are some Proud Boys, and these Proud Boys are not white people or anything. I have seen Malayali Proud Boys, I have seen Hispanic Proud Boys, I have seen black Proud Boys. Yes, majority of the Proud Boys are white. Yes, majority of America is white. Last time എന്നെ Antifa attack ചെയ്തപ്പോൾ എന്റെ ഫ്ലാഗ് പിടിച്ചോടിച്ചപ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്തത് Proud Boys ആണ്. Yes, there is some percentage of Proud Boys, I understand, but 1 million people ആണ് എന്നോട് പറഞ്ഞത്. അതിൽ 50 പേരാണ് ഇത് ബ്രീച്ച് ചെയ്തത്. That is 0.01% of the people who assembled. I have made a Facebook post. You can go to my profile and see the photos, the music, the fervor, the patriotic fervor we have there. Don't call them. Detroit in Mr. James പറഞ്ഞ Detroit in 3 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. Ask them. I will introduce them. This is not a violent mob. This is American patriots demanding action. That is the First Amendment right that we have to demand action when there is fraud. Yes, there were miscreants. And they got in. See, ട്രംപ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള മഹത്വമൊന്നുമല്ല. ഈ ഏത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും പിന്മാറിപ്പോവാതെ റോംനിയെ പോലെ, പ്രേം ആരാധിക്കുന്ന റോംനിയെ പോലെയോ പ്രേം ആരാധിക്കുന്ന മറ്റ് റിപ്പബ്ലിക്കൻസിനെ പോലെയോ പിന്മാറിപ്പോവാതെ ഉറച്ചു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം. ഈസ് ഗിവിംഗ് us the platform. I don't really care about Trump. I care about this country. I care about America, United States of America. And Trump gives us the platform to fight. Otherwise, Democrats do all the color vote like നാട്ടിൽ നടക്കുന്ന color vote പോലെ, and people just yield. പ്രേമനെ പോലത്തെ ആൾക്കാര് ഇവിടെ കള്ളവോട്ടൊന്നും നടക്കുന്നില്ല. എന്താണ് റിപ്പബ്ലിക്കൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം പറയും ഞാനാണ് ഭയങ്കര എക്സ്പെർട്ട് എന്ന് പറയും. വിൻസെന്റ് പാടത്തെങ്കിൽ ഒന്നും അറിയില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയില്ല, റിപ്പബ്ലിക്കൻ പാർട്ടി എന്താണെന്ന് അറിയില്ല. ഞാൻ പണ്ടേ റിപ്പബ്ലിക്കനാണ്. But Prem, you have to understand something. I am fighting for this country. I don't care about Trump. I am making sacrifices for this nation that I love. ഇവിടെ ശ്രീ വിൻസൻ, എനിക്ക് വിൻസനിൽ തന്നെ തുടരേണ്ടതുണ്ട്. ഞാൻ എല്ലാവർക്കും ആനുപാതികമായ സമയം തരാം, ദയവായി ക്ഷമിക്കുക. ശ്രീ വിൻസൻ, താങ്കൾ പറയുന്നു അവിടെ ഉണ്ടായിരുന്നു 19 പേരാണ് അകത്ത് കയറിയത്. ഒരാളെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നോക്കൂ, ക്യാപിറ്റോൾ ബിൽഡിങ്ങിൽ ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പലവട്ടം കണ്ടതായതുകൊണ്ട് ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നില്ല. ക്യാപിറ്റോൾ ബിൽഡിങ്ങിന് അകത്തേക്ക് കയറുകയാണ്. I have already made my statement. That is a bad thing. It should have never happened. And what happened because of that? All the objections also now got diluted. You can see that. Trump is actually the victim of what happened today. വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനിരുന്ന സെനറ്റേഴ്സും കോൺഗ്രസ്മാൻമാരും പോലും they are now yielding. They are folding like suit, a cheap suit. They are folding. So Trump is actually the victim of what happened today. If you look at it that way. അല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ട്രംപിനെ കുറിച്ച് ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു ധാരണയുണ്ട്. അത് ധാരണയാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വിലയിരുത്താം. അവിടെ പോലും കുറച്ചു പേരെങ്കിലും ട്രംപിനെ അംഗീകരിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ സുഹൃത്ത് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എവിടെ പോയാലും ആലിംഗനം ചെയ്യുന്നു. നമ്മുടെ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ പോയി അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. ആ ഒരു മോദി പോലും ഇന്നിപ്പോൾ ട്രംപിനെ തള്ളിപ്പറയേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, അവസാനം നമ്മളൊക്കെ എല്ലാ വൃത്തികേടുകളും കാണിച്ച കുറച്ചൊരു സാധനം ബാക്കിയുണ്ടാവും, അതുകൂടി വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞു. ആ നിലയല്ലേ ഇപ്പോൾ ട്രംപിന്? ട്രംപിന് കിട്ടിയിരിക്കുന്ന പേരൊന്നും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടോ, അദ്ദേഹത്തിന്റെ നല്ല സ്പീച്ച് കൊണ്ടോ, അദ്ദേഹത്തിന്റെ മാനറിസംസ് കൊണ്ടോ, അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി കൊണ്ടോ ഒന്നും അല്ല. ട്രംപിന് കിട്ടിയിട്ടുള്ള എല്ലാ അപ്രീസിയേഷനും ഇറ്റ്സ് ഫോർ ദ റിസൾട്ട്സ്, ഫോർ വാട്ട് ഹി ഹാസ് ഡെലിവേർഡ്. അപ്പൊ ഈ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ട്രംപിന് ബാക്കിയുള്ള രാഷ്ട്രീയക്കാർ പേരെടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നും പേരെടുക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും ആദ്യമേ തന്നെ അറിയാവുന്ന കാര്യമാണ്. ട്രംപിന് പേരിടുന്നത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ പേരിലാണ്. ഇനിയും ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളുടെ പേരിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ സുപ്രീമസി, അമേരിക്കയുടെ പ്രൈമസി, അമേരിക്ക ഫസ്റ്റ്. വാട്ട്സ് റോങ് വിത്ത് ദാറ്റ്? ബൈഡൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളത് എടുത്ത് മാറ്റുക.
an American അതൊക്കെ president. നിങ്ങളുടെ തോന്നലാണ്. ദയവായി തുടരുക. ഡോക്ടർ ജോസഫ് ചാലിൽ ഇപ്പൊ 2 സെനറ്റർമാർ കൂടി ജയിക്കുമ്പോൾ സെനറ്റിലും ഹൗസിലും രണ്ടിടത്തും ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നു. പ്രസിഡന്റായി ബൈഡൻ വരുന്നു, കമല ഹാരിസ് വൈസ് പ്രസിഡന്റായി ഒരു സർവാധിപത്യത്തിലേക്ക് പോകുന്നു. എൻ്റെ ചോദ്യം ഒരുപക്ഷെ ശ്രീ വിൻസന് പ്രകോപനമായി തോന്നിയേക്കാം. ഇതെല്ലാം ഒരു അധികാര കേന്ദ്രീകരണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ട്രംപിനെതിരായ ഒരു നടപടിയിലേക്കാണ് രാജ്യം ഒരുങ്ങുന്നത് എന്ന് തോന്നൽ ട്രംപ് അനുകൂലികൾക്കുണ്ടോ? ഇന്നത്തെ വയലൻസിന് ട്രംപിനെ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വയലൻസ് മാത്രമല്ല നേരത്തെ ചർച്ചയിൽ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുള്ളതാണ് ട്രംപിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളിൽ. ഡോക്ടർ ജോസഫ് ചാലിൽ മറുപടി. എനിക്ക് തോന്നുന്നില്ല ട്രംപിനെതിരെ ഇത് 2 കുഴപ്പങ്ങളുണ്ട്. ഒന്ന് രണ്ടുപേരും പറഞ്ഞതിൽ ഒത്തിരി സത്യങ്ങളുണ്ട്. ഒന്ന് ആദ്യം വിൻസൻ പറഞ്ഞത് ഇവിടുത്തെ വോട്ടർ സിസ്റ്റം പെർഫെക്റ്റ് അല്ല. ശരിയാണ്. ഈ കാണുന്നത് എൻ്റെ ഇവിടുത്തെ വോട്ടർ ഐ ഡി ആണ്. വെറും നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ ടിക്കറ്റ് പോലെ ഒക്കെ ഉള്ളൂ. അത് എൻ്റെ ഫോട്ടോ ഇല്ല, ബയോമെട്രിക് ഐ ഡി ഇല്ല. ഇത് പാം ബീച്ച് കൗണ്ടിയിലെ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ വോട്ടർ ഐ ഡി ആണ് ഇപ്പൊ എനിക്ക് കിട്ടിയത്. ഇതുകൊണ്ട് ആര് പോയാലും വോട്ട് ചെയ്യാം. അപ്പം അമേരിക്കയിൽ വോട്ടർ ഫ്രോഡ് നടന്നു കാണണം, പക്ഷേ അതിന് തെളിവില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ് ട്രംപ് തോറ്റതെന്ന് നീ പറയാൻ തെളിവില്ല. അതുകൊണ്ട് കോടതി കേസ് കേട്ടില്ല. സോ ദാറ്റ് ഈസ് ദ ഫാക്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് നടന്ന വയലൻസിൽ ട്രംപ് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടാണ് ഈ 50 പേര് അവിടെ അതിക്രമിച്ച് കയറുകയും അല്ലെങ്കിൽ സ്പീക്കറുടെ സീറ്റിൽ കയറി ഇരിക്കുകയും നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ സീറ്റ് മറിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയത്. അത് ട്രംപ് പറഞ്ഞിട്ടാണെന്നുള്ളത് തെളിവ് കാണത്തില്ല. അതിപ്പോൾ ചിലർ ഇപ്പൊ നമ്മുടെ നാട്ടിലെയൊക്കെ ചില ഈ തമിഴ് പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉള്ള ചില ഫാൻസ് ഉള്ള പോലെ ഇപ്പം ചിലർ മരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ തോക്കുവാണെങ്കിൽ ഉടനെ തീ കൊളുത്തിച്ചാകുക അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക, അങ്ങനെയുള്ള ചില കുറച്ച് ക്രേസി ഫാൻസ് ട്രംപിനുണ്ട്. അതുപോലെ ശത്രുക്കളുണ്ട്. ഒത്തിരി കൂടുതൽ പുള്ളിയോട് സ്നേഹമുള്ളവരുണ്ട്. ഇപ്പൊ വിൻസനെ പോലെ പുള്ളിയോട് ഭയങ്കര എതിർപ്പുള്ള ഇപ്പൊ CGയെ പോലെ ആൾക്കാരുണ്ട്. എന്റെ ചോദ്യം ഡോക്ടർ ജോസഫ് ചാലിൽ, ഇന്നിപ്പോ 2 സെനറ്റ് സീറ്റുകൾ കൂടി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിക്കുമ്പോൾ പെട്ടെന്നുള്ള പ്രകോപനം എന്തുകൊണ്ടാണ്? അതിന്റെ മാർജിൻ ഒത്തിരി കുറഞ്ഞു പോയി. അപ്പം എന്തുണ്ടായാലും അതൊരു തോൽവിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക്. പക്ഷെ ഇതിലുണ്ട കുഴപ്പം എന്നാ വരാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം ഡെമോക്രാറ്റിന് ഒത്തിരി അജണ്ടകൾ പറഞ്ഞിരുന്നു പുള്ളി പ്രസിഡന്റ് ബൈഡനെ. അപ്പൊ അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി ഇനി എക്സ്ക്യൂസ് ഇല്ല. കാരണം ഇത്രയും നാളും പറയാം റിപ്പബ്ലിക്കനെ ബ്ലെയിം ചെയ്യാറുണ്ട്. റിപ്പബ്ലിക്കൻ കൺട്രോൾഡ് സെനറ്റ് ആണ്, എനിക്ക് എന്റെ പോളിസി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. ഇനിയിപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. ഇനി ചെയ്തേ പറ്റൂ. അത് ഇവിടെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സെനറ്റേഴ്സിന് നമ്മുടെ നാട്ടിലെ പോലെ വീറ്റോ അല്ല നമ്മൾ വിപ്പ് കൊടുത്തിട്ട് എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ വോട്ട് ചെയ്തില്ല. ഇവിടെ ഇൻഡിപെൻഡൻസ് ഉണ്ട് സെനറ്റേഴ്സിനും അല്ലെങ്കിൽ കോൺഗ്രസിനും. അപ്പം ഇവരെ എല്ലാം ലൈനിൽ നിർത്തണമെങ്കിൽ അവരെല്ലാം നെഗോഷിയേറ്റ് ചെയ്യും, അവർക്ക് വേണ്ടത് കൊടുത്ത്. അപ്പം കോംപ്രമൈസ് ആയിട്ടേ നടക്കത്തുള്ളൂ. ഒത്തിരി മാറ്റങ്ങൾ വരാൻ ചാൻസ് കുറവാണ്. സോ ഇൻ എ വേ ഇറ്റ് ഈസ്, പക്ഷേ ഇത് ഒത്തിരി അവർ കൂടുതൽ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ടാക്സ് ഒത്തിരി കൂട്ടുകയോ അല്ലെങ്കിൽ പെട്രോളിന് വില കൂട്ടുകയോ അല്ലെങ്കിൽ കാർബൺ എമിഷന്റെ കാര്യം മാറ്റുകയോ ചെയ്യുക, അമേരിക്കൻ എക്കോണമി താഴെ പോവുകയാണെങ്കിൽ അതിനുള്ള കുറ്റം ഡെമോക്രാറ്റ്സിന്റെ തലേ വരും. അതുകൊണ്ട് തന്നെ അടുത്ത 2 കൊല്ലം കഴിയുമ്പോൾ കോൺഗ്രസിലും 4 കൊല്ലം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷനിലും റിപ്പബ്ലിക്കൻസ് പിന്നെയും കയറി വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് എന്തുണ്ടായാലും ഈവൻ ദോ ടുഡേ ഈസ് എ സാഡ് ഡേ, അതില് രണ്ടുപേരും പറയുന്നതിൽ ഫാക്ട്സ് ഉണ്ട്. പക്ഷേ അല്ല, ഇപ്പോൾ എന്റെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഡോക്ടർ ജോസഫ് ചാലിൽ. എന്റെ ചോദ്യം, ഈ 2 സെനറ്റർ തോൽവി എന്ന് പറയുമ്പോൾ സെനറ്റില് ഡെമോക്രാറ്റ് ഭൂരിപക്ഷം വരുന്നു. ആ ഡെമോക്രാറ്റ് ഭൂരിപക്ഷം കൂടി വന്നപ്പോഴാണ് ഈ വയലൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡെമോക്രാറ്റ് ഭൂരിപക്ഷം സെനറ്റിലും കോൺഗ്രസിലും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാകാൻ എന്താ കാരണം? അല്ല, ഇത് ഈ പ്രകോപനത്തുള്ള കാരണം ഇവരെല്ലാം ഇങ്ങനെ പ്രത്യേകിച്ചും കുറച്ച് നാളായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമായിരുന്ന പ്രകോപനമാണ്, അല്ലാതെ സെനറ്റിലെ ഈ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. എനിക്ക് തോന്നുന്നില്ല ഇത് ഈ സെനറ്റ് സീറ്റിന് വേണ്ടി മാത്രമാണ് ഈ 50 പേര് ഇടിച്ചു കയറി എന്നുള്ളത്. എനിക്കൊന്ന് അവർക്ക് ആ ട്രംപിനോടുള്ള സ്നേഹം ഒത്തിരി നല്ലപോലെ ഉണ്ട്. അവർക്ക് ട്രംപ് തോക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് പേഴ്സണലായിട്ട് അവര് വേണ്ടാത്തത് ചെയ്തു. അത് ട്രംപ് പറഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ സെനറ്റ് സീറ്റ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. CG ഡാനിയൽ, താങ്കൾക്കും അതാണോ വിശ്വാസം? അതായത് സെനറ്റ് സീറ്റിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമില്ല ഇന്നത്തെ കയോട്ടിക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു മോബ് എസ്കലേഷനോ അല്ലെങ്കിൽ കൂ അറ്റംപ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സെനറ്റിലെ റിപ്പബ്ലിക്കൻസ് തോറ്റതിനോട് ഈ റയോട്ട്സിന് യാതൊരു ബന്ധവുമില്ല. അത് തോക്കാൻ കാര്യം മെയിൻ ട്രംപ് മൂലമാണ്. ട്രംപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത 1-2 ദിവസങ്ങളിൽ ചെയ്ത സ്റ്റേറ്റ്മെന്റ് അതൊക്കെ വളരെ, ഈവൻ റിപ്പബ്ലിക്കൻസിന് വരെ അത് വളരെ വിരോധമായിട്ട് തോന്നി. അത് കാരണം കുറെ റിപ്പബ്ലിക്കൻസ് ഈ സെനറ്റേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. അത് ട്രംപിനെയാണ് 100% ട്രംപിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്, റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സ് തോക്കുവാൻ കാരണം.
പിന്നെ വിൻസെന്റ് പറഞ്ഞല്ലോ അമേരിക്ക ഫസ്റ്റ് എന്ന്. താങ്കൾക്ക് ഒരു പക്ഷെ ഓർമ്മയില്ലായിരിക്കും, ഞാൻ 1960-കളിൽ ഞാൻ അമേരിക്ക തന്ന ഗോതമ്പും അമേരിക്കൻ മാവും ഞാൻ കഴിച്ച പ്രൈമറി സ്കൂളിലൊക്കെ. അമേരിക്ക ഇന്ന് ഈ നിലയിലായിരിക്കുന്നത് അമേരിക്കയെ സഹായിക്കുന്നത്, സ്നേഹിക്കുന്നത് പാപം പിടിച്ച രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ടാവും. അത് അന്നത്തെ കാലത്ത് കൊണ്ടുള്ള അമേരിക്ക സ്വയം പര്യാപ്തത എല്ലാത്തിലും സഫീഷ്യന്റ് ആയിട്ടല്ല മറ്റ് രാജ്യങ്ങളെ മില്യൺസ് ഓഫ് ഡോളർ കൊടുത്ത് സഹായിച്ചത്. അത് ഒരിക്കലും ഉണ്ടല്ലോ നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ ജനിച്ചപ്പോഴേ എന്താ പറയുന്ന സിൽവർ സ്പൂണിന്റെ മൗത്തിലായിരിക്കും, പക്ഷേ അനേക കോടിക്കണക്കിന് ആൾക്കാരെ അമേരിക്ക കൊടുത്ത ഗോതമ്പും അമേരിക്കൻ മാവും കഴിച്ച് വളർന്നവരാണ്. ഞാനും അതെ CG ഡാനിയൽ, എന്റെ സ്കൂളിലും അമേരിക്കയുടെ മാവായിരുന്നു ഉണ്ടായിരുന്നത്, ഗോതമ്പ് മാവുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ താങ്കൾ പറഞ്ഞ ഓരോ ഇതില്ലേ വേർഡ്, ഇങ്ങനെയുള്ള നോൺസെൻസ് ഇദ്ദേഹത്തിന് മാത്രമേ സെൻസ് ഉള്ളൂ, ബാക്കി ഇരിക്കുന്ന ഇവിടെ എല്ലാം നോൺസെൻസ് ആൾക്കാരാണ്, ഇഡിയറ്റ്സ് ആണ് ബാക്കി എല്ലാവരും. Don't repeat it again. That nonsense. അത് പറഞ്ഞ പോലെ ട്രംപ് ഉപയോഗിക്കുന്ന അതേ വാക്യങ്ങളാണ് നിങ്ങൾ അനുഭാവികൾ. ട്രംപിന്റെ അനുഭാവികൾ അദ്ദേഹത്തിന്റെ വായിൽ വരുന്ന അതേ ശബ്ദങ്ങൾ, അതേ ഇതാണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. You have no command on what I'm going to say. I have my First Amendment. It is abusive to me also. Our panelists. I'm not abusing you. You have to control your mouth. I have all the right to say that what you are saying is nonsense. Don't use abuse. When you say nonsense, I will call it out. But you have no command on what I am going to say. താങ്കൾ മാത്രമേ സെൻസ് ഉള്ളവരുള്ളൂ, ബാക്കി എല്ലാവരും You can call me nonsense too. No, I will. You call me. Many people in the panel call me. No. So don't command. That is a very, very democrat trait. We believe in freedoms, liberties. I have the freedom to say whatever. അമേരിക്കയിൽ ഒരു കാരണവശാലും ശരി, അതവിടെ നിൽക്കട്ടെ. CG ഡാനിയൽ, ഞാൻ നേരത്തെ ഡോക്ടർ ചാലിയോട് ചോദിച്ചത് ഇത്രയേ ഉള്ളുവായിരുന്നു. ഈ സെനറ്റിലേക്കുള്ള ഇലക്ഷൻ അല്ല കാരണം എന്നാണ് ഡോക്ടർ ജോസഫ് ചാലിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊരു മോബായി അവിടെ എപ്പോഴും ഇറപ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നോ? ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിക്കുമായിരുന്നോ? ട്രംപ് അത്രയധികം വിഡിത്തങ്ങൾ ആളുകളുടെ മനസ്സിൽ കയറ്റി അവസാനം അത് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു വോൾക്കാനോ ആയിരുന്നോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സോറി ഡോക്ടർ. ഈ ഇന്നലെ മുതല് ട്രംപ് രാത്രി ഈ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ ട്വീറ്റുകൾ അയച്ചിരുന്നു. ട്രംപിന്റെ ആൾക്കാരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ട്രംപ് ഈ ട്വീറ്റുകളൊക്കെ അയച്ചത്. അത് ഇന്ന് രാവിലെ ട്രംപ് എലിപ്സിൽ വെച്ചിട്ട് ഒരു സ്പീച്ച് നടത്തി നിങ്ങൾ പോയി പ്രതിഷേധിക്കൂ, യു നീഡ് ടു പ്രൊട്ടസ്റ്റ്, യു നീഡ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദ കൺട്രി എന്ന് പറഞ്ഞ് ആഹ്വാനിച്ചിട്ടാണ് ഇവരെ പറഞ്ഞയച്ചത് ക്യാപിറ്റലിലേക്ക്. അപ്പോഴും ട്രംപിന് പറയായിരുന്നു ഇത് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് വളരെ സെറമോണിയൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് എലക്ഷൻ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്, ഒരു മീനിങ്ലെസ് ദിവസമാണ്. ഇന്നത്തെ ദിവസം പർട്ടിക്കുലർ ആയിട്ട് കൺസ്പയർ ചെയ്ത് ഉണ്ടാക്കി ആൾക്കാരെ അവിടെ കൊണ്ടുപോയി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ബൈഡന്റെ ആ പ്രസിഡൻസി ഇന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒപ്പോസിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇത് എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ട്രീസൺ, ദിസ് ഇസ് ഇൻസറക്ഷൻ. അതിൽ ചെറിയൊരു കാരണം ഉണ്ടാവും നികേഷ്, കാരണം ഇന്ന് ഈ സെനറ്റ്, കോൺഗ്രസും സെനറ്റും കമ്പൈൻഡ് സെഷനിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്ന് ഈ ഇലക്ട്രൽ കോളേജിന്റെ വോട്ടുകൾ സർട്ടിഫൈ ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പം ദ പ്ലാൻ വാസ് ഇന്ന് അവർ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ ബൈഡൻ പ്രസിഡന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. പിന്നെ വേറൊരു വഴിയില്ല, പിന്നെ കോടതി പോയിട്ട് കാര്യമില്ല. സോ ഐ തിങ്ക് ദ പ്ലാൻ വാസ് ഇത് ഒരു 10 ദിവസത്തേക്ക് നമുക്കത് മാറ്റിവെക്കാൻ വേണ്ടി, ഒരു ഓഡിറ്റിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി പല റിപ്പബ്ലിക്കൻസും ഇന്ന് പ്ലാൻ ഇട്ടിരുന്നു. അപ്പം അത് ഇപ്പം ഇങ്ങനെ ആ 10 ദിവസത്തേക്കുള്ള മാറ്റം ഒരു ഭയങ്കര സിഗ്നിഫിക്കൻ്റാണ്. കാരണം ആ 10 ദിവസം വെച്ച് നമ്മുടെ പ്രസിഡന്റിന് ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ബൈഡന്റെ കാര്യത്തിൽ. അത് കോടതി അന്നേരം കുറച്ചുകൂടെ എംബോൾഡൻഡ് ആകും ആക്ഷൻ എടുക്കാൻ വേണ്ടി. ഇന്ന് ആ കോൺഗ്രസിൽ കയറിയിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോൺഗ്രസ് 10 ദിവസത്തേക്ക് അഡ്ജേൺ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ത്രെട്ട് കാരണം ക്യാപിറ്റൽ ഹിൽ അടയ്ക്കുകയും കോൺഗ്രസ് ആൾക്കാർ സേഫ്റ്റി പേടിച്ച് വീട്ടിലേക്ക് അവിടെ ഒരു ബോംബ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു പൈപ്പ് ബോംബ് പൊട്ടിക്കുകയോ അങ്ങനെ 2 എണ്ണം കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവിടെ ക്യാപിറ്റൽ ഇന്നത്തെ സെഷൻ നടക്കത്തില്ല. ഇന്നത്തെ സെഷൻ നടന്നില്ലെങ്കിൽ അത് അഡ്ജേൺ ചെയ്തിരുന്നെങ്കിൽ അതൊരു വിൻ ആയി മാറിയാണ്. എന്ന് വെച്ചാൽ ഈ ഇപ്പം നിന്ന് നടക്കേണ്ട സർട്ടിഫിക്കേഷൻ ഓഫ് ഇലക്ട്രൽ കോളേജിന്റെ വോട്ടുകൾ
കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് 10 ദിവസത്തേക്ക് മാറ്റിവെക്കും. അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി കോടതിയിൽ എന്തെങ്കിലും ഒരു ഹോപ്പ്, ലാസ്റ്റ് ഹോപ്പ് എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്, അല്ല വേറെ യാതൊരു കാരണവും കാണുന്നില്ല. ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ ഇന്ന് ചെയ്യാൻ ഇങ്ങനെ അതും 50 പേര് അകത്ത് കയറി കുഴപ്പമുണ്ടാക്കാൻ അതും ജെയിംസ് നേരത്തെ പ്രേം പറഞ്ഞത് ഇത് രാജ്യദ്രോഹമാണ്, ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്നാണ്. ട്വിറ്റർ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇമാതിരി പണിയെടുത്താൽ മേലാൽ ആ അക്കൗണ്ടേ ഉണ്ടാവില്ല എന്ന് വാൺ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോ നമുക്ക് നമ്മുടെ കൺട്രോള് മൊത്തം ഈ ബിഗ് ടെക് മീഡിയ ഫേസ്ബുക്കും ട്വിറ്ററും ആരെന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നതും ദാറ്റ് ഈസ് ബാഡ് ഫോർ ഫ്രീ പ്രസ്. ഇപ്പം എന്റെ പോലും ഞാനിപ്പോ ഒരു കോവിഡിനെ പറ്റി പുസ്തകം എഴുതാന് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും 8 പ്രാവശ്യം കട്ട് ചെയ്തു. കാരണം അവർ ഓർത്തത് കോവിഡിനെ പറ്റി എന്തായാലും ഞാൻ കള്ളക്കരി എഴുതുകയാണ്. അത് കോവിഡിനെ പറ്റി എഴുതുന്ന ബുക്കല്ല, ഒരു ഹെൽത്ത് കെയർ റിഫോം ബുക്കാണ്. എന്നിരുന്നാൽ പോലും ഈ പുതിയ ഈ ടെക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഡോക്ടർ ചാലിൽ. പക്ഷേ ഇമാതിരി പണിയെടുത്താൽ സ്വാഭാവികമായിട്ടും ട്വിറ്റർ അവിടെ ഒരു മോണിറ്ററിംഗ് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എന്തും പറയാം. സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ദുരുപയോഗിക്കപ്പെടും. അതവിടെ നിൽക്കട്ടെ, പറഞ്ഞോളൂ ശ്രീ ജെയിംസ്. അല്ല, ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ നികേഷ് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ഈ ഇന്ന് അവിടെ നടന്ന കലാപം നികേഷ് കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെങ്കിലും കരുതുന്നുണ്ടോ ഇത് ഒരു ദിവസം കൊണ്ടാണ് ഇത്രയും ആളുകളെ മൊബിലൈസ് ചെയ്ത്? അവിടെ 50 പേര് ഒന്നും അല്ല, അതിന്റെ ഉള്ളിൽ കയറിയത് മാത്രമല്ല, എത്ര ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ പങ്കെടുത്തത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു. എത്രയോ ദിവസം അതാണ് നേരത്തെ CG ഡാനിയൽ പറഞ്ഞത്. CG ഡാനിയൽ പറഞ്ഞത് ജെയിംസ്, ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്തോട്ടെ. CG ഡാനിയൽ പറഞ്ഞത് ആദ്യം തന്നെ ബാബറി മസ്ജിദിന്റെ തകർച്ചയാണ്. ബാബറി മസ്ജിദിന്റെ തകർച്ച അന്ന് ഒത്തുകൂടിയവരല്ല. ഈ രാജ്യമാകമാനം രഥയാത്ര നടത്തി അവരുടെ ഉള്ളില് ഈ ഭ്രാന്ത് കുത്തിക്കേറ്റി. അതുമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെയും കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ബാബറി മസ്ജിദ് ഒരു ആരാധനാലയമായിരുന്നു. ഇതെന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ഒരു ശ്രീകോവിൽ എന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെ പാർലമെന്റ് മന്ദിരമാണ്. അവര് ആക്രമിക്കുന്നതും നമ്മൾ കണ്ടു. സ്പീക്കറുടെ കസേരയിലൊക്കെ കയറി ഇരിക്കുന്ന സീനുകൾ കണ്ടു. ഇനി വേറൊരു കാര്യത്തിലേക്ക് കൂടെ വരട്ടെ. ഞാൻ ഈ മിഷിഗൺ സ്റ്റേറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ പറയാം. ഇവിടെ കഴിഞ്ഞ 2016 ട്രംപ് വെറും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായി ജയിച്ചത് ഈ സ്റ്റേറ്റ് കിട്ടിയത്. അപ്പൊ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ട്രംപ് ജയിക്കുമ്പോൾ അവിടെ കള്ളവോട്ടുകളൊന്നുമില്ല. ഇത്തവണ ഇവിടെ ഏതാണ്ട് 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ബൈഡൻ ജയിക്കുമ്പോൾ അവിടെ കള്ളവോട്ട്. ഇനി ട്രംപിന് മുമ്പ് ഒബാമയ്ക്കായിരുന്നു ഈ സ്റ്റേറ്റ് കിട്ടിയത്. അപ്പൊ ഒബാമ ജയിക്കുമ്പോൾ കള്ളവോട്ട്, ട്രംപ് ഈ സ്റ്റേറ്റിൽ നിന്ന് വെറും തുച്ഛമായ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമ്പോൾ കള്ളവോട്ടൊന്നുമില്ല. വീണ്ടും ബൈഡൻ ആ സ്റ്റേറ്റിൽ നിന്ന് 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമ്പോൾ വീണ്ടും കള്ളവോട്ട്. ഇത് ആരോടാണ് ഇത് പറയുന്നത്? ഈ കള്ളവോട്ട് നടന്നു എന്ന് പറയുന്ന ഈ ജോർജിയ പോലെ ഒരു സ്റ്റേറ്റ്, ഏത് പാർട്ടിയാണ് ജോർജിയ ഭരിക്കുന്നത്? വിൻസെന്റ്, ആരാണ് അവിടുത്തെ ഗവർണർ? ആരാണ് അവിടുത്തെ അറ്റോർണി ജനറൽ? ആരാണ് അവിടുത്തെ ഇലക്ഷൻ ഇതൊക്കെ ചെയ്യുന്നതും നടത്തുന്നതും ഈ രാജ്യം ഭരിക്കുന്നതും സ്റ്റേറ്റ് ഭരിക്കുന്നതും എല്ലാം ഈ ഒരു അത് മാത്രമല്ല. അടുത്ത അവസരം വിൻസെന്റ് ആണ്, പറഞ്ഞോളൂ ശ്രീ ജെയിംസ്. ജെയിംസ് പൂർത്തിയാക്കട്ടെ. about my ignorance. ഷിവിൻസൺ, ഞാൻ താങ്കൾക്ക് അവസരം തരാം. ജെയിംസ് ഒന്ന് പൂർത്തിയായിക്കൊള്ളട്ടെ. ജെയിംസ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു വരികയായിരുന്നു. ഇല്ല, ഞാൻ തരാം, തരാം. ജെയിംസ് പൂർത്തിയാക്കൂ. അല്ല, അതാണ് ഇപ്പൊ ജോർജിയയുടെ കാര്യം നോക്കൂ. അവിടെ സെനറ്റ് റിപ്പബ്ലിക്കന്റെ 2 സെനറ്റുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഇവിടുത്തെ വോട്ടേഴ്സ് ID ആയിട്ട് സംബന്ധിക്കുന്ന കാര്യത്തിൽ വോട്ടേഴ്സ് ID ഇല്ലാതെ വോട്ട് ചെയ്യുക എന്നുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പറയുന്നു. പക്ഷേ ഇതേ സംവിധാനം തന്നെയല്ലേ ഇതിന് മുമ്പത്തെ ഇലക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നത്? അന്നും ഇങ്ങനെ തന്നെയല്ലേ? അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്ത് റെലവൻസ് ആണുള്ളത്? നിങ്ങളെ ഈ ഒരു ഇവിടെയുള്ള മുഴുവൻ കോടതികളും തള്ളിക്കളഞ്ഞു ഈ കേസുകൾ. ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസും ഈ പറയുന്ന വോട്ടിംഗ് ഫ്രോഡിന് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഇത് പറയുന്നതിൽ എന്ത് റെലവൻസ് ആണുള്ളത്? ശരി, ഷിവിൻസൺ. യെസ്, ഇവരെല്ലാവരും പറഞ്ഞു നമ്മൾ ഫെഡറൽ സിസ്റ്റം ആണ്, അമേരിക്കയിലെ ഇലക്ഷൻസ് നടത്തുന്നത് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റിന്റെയും കൂടി താഴത്തെ ലെവലിലോട്ട് ഇവിടുത്തെ കൗണ്ടികളാണ് ഇവിടുത്തെ ബാലറ്റുകൾ പ്രിന്റ് ചെയ്യുന്നത്, ബാലറ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇവിടുത്തെ ഇലക്ഷൻ നടത്തുന്നത് ഇവിടുത്തെ കൗണ്ടികളാണ്. നമ്മുടെ നാട്ടിലെ താലൂക്കുകൾ എന്ന് പറഞ്ഞ പോലെ. അപ്പോ
ജോർജിയയിലെ ഗവർണറും സെക്രട്ടറിയും റിപ്പബ്ലിക്കൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫ്രോഡ് നടന്ന കൗണ്ടികൾ ഡെമോക്രാറ്റ്സിന് ക്രമാതീതമായ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. ആൻഡ് ദ സെയിം തിങ് ഈസ് ട്രൂ വിത്ത് ഡിട്രോയിറ്റ്, ദ സെയിം തിങ് ഈസ് ട്രൂ വിത്ത് ഫിലഡൽഫിയ, ദ സെയിം തിങ് ഈസ് ട്രൂ വിത്ത് ന്യൂയോർക്ക്. ആൻഡ് ഈ ഫ്രോഡിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ ഫ്രോഡ് ഇത് ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. 1960 കെനഡിയുടെ ഇലക്ഷൻ തുടങ്ങി. ഇവിടെ പല പല ഇലക്ഷനിലും ഡിട്രോയിറ്റ്, ഷിക്കാഗോ, ഫിലഡൽഫിയ തുടങ്ങിയ മൂന്ന് സ്ഥലങ്ങളിൽ വളരെ എക്സ്റ്റൻസീവ് ആയിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടും ഡെമോക്രാറ്റ്സ് ഫ്രോഡ് നടത്താറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ ആബ്സെന്റി ബാലറ്റ്, സാധാരണ 10-11% ഉള്ള ആബ്സെന്റി ബാലറ്റ് ഇപ്രാവശ്യം 50% മുകളിലോട്ട് പോകുന്നു. ഈ ആബ്സെന്റി ബാലറ്റിലാണ് ഫ്രോഡ് നടത്താൻ ഏറ്റവും എളുപ്പം, ആളെ കാണുന്നില്ല. അപ്പോ ഈ പെർസെന്റേജ് കൂടുകയും ഇവർ ഈ 3 സിറ്റി എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 9-10 സിറ്റികളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അതാണ് ഇപ്രാവശ്യം ഈ കോവിഡ് കാരണം സംഭവിച്ചത്. അപ്പോ ഒബാമയ്ക്ക് മിഷിഗണിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അവിടെ കള്ളവോട്ട് നടന്നു. ചുമ്മാ ഓരോന്നെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി. ജെയിംസ് ആര് പറഞ്ഞു കള്ളവോട്ട് നടന്നു? ഒബാമയ്ക്ക് ഞാൻ വോട്ട് ചെയ്ത ആളാണ് 2 പ്രാവശ്യം. 2008-ലും 2012-ലും ഒബാമയ്ക്ക് വോട്ട് ചെയ്ത ആളാണ് ഞാൻ പ്രേമിന്റെ മാതിരി ആജീവനാന്ത റിപ്പബ്ലിക്കനൊന്നുമല്ല. ഐ എം ലൈക്ക് ഐ ഗോ വിത്ത് വാട്ട് എവർ ഈസ് ഗുഡ് ഫോർ ദ കൺട്രി, not really get stuck with something and see everything through people's eyes. ഒരു ട്രംപിനെ നോക്കിയിട്ടല്ല ഞാൻ റിപ്പബ്ലിക്കൻ ആയത്, പ്രിൻസിപ്പിൾസ് നോക്കിയിട്ടാണ് റിപ്പബ്ലിക്കൻ ആയത്. ഞാൻ ഒബാമയ്ക്ക് വോട്ട് ചെയ്ത ആളാണ്. ഒബാമയ്ക്ക് കള്ള വോട്ട് കൊണ്ട് ഒബാമ ജയിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. ഒബാമ വാസ് എ മാസീവ്ലി പോപ്പുലർ പേഴ്സൺ ഇൻ അമേരിക്ക. ഒബാമ ഈസ് സ്റ്റിൽ പോപ്പുലർ ഗായ്. സോ ഒബാമയും ഹിലരിയും ജയിച്ച സ്ഥലങ്ങൾ തന്നെയാണ് ബൈഡനും ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബൈഡൻ ഈ 9 സ്റ്റേറ്റുകളിൽ അവരെക്കാളും ഭയങ്കര മാസീവായിട്ട് 9 സിറ്റികളിൽ അവരെക്കാളും ഭയങ്കര മാസീവായിട്ടുള്ള ഭൂരിപക്ഷം നേടുക. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒബാമയെക്കാളും ഹിലരിയേക്കാളും കുറച്ച് വോട്ട് നേടുക. അതാണ് ബൈഡൻ. ഇതെങ്ങനെ ഇത് വിളരിക്കപ്പെടണോ? ഇത് നമുക്ക് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ. ബാക്കി എല്ലാവരും ട്രംപ് വിരുദ്ധരായതുകൊണ്ട് തന്നെ ട്രംപ് അനുകൂലിയായ താങ്കൾക്ക് കൂടുതൽ സമയം തരണമെന്ന വാദം ഞാൻ അംഗീകരിച്ചുകൊണ്ട് അടുത്ത ചോദ്യവും താങ്കളോട് തന്നെ ചോദിക്കുകയാണ്. ശ്രീ വിൻസൻ, ട്രീസൺ എന്ന വാക്കാണ് ഉപയോഗിച്ചത് ശ്രീ പ്രേം. രാജ്യദ്രോഹം, അങ്ങനെയാണെങ്കിൽ രാജ്യദ്രോഹത്തിന് വിചാരണ ചെയ്യപ്പെടേണ്ടി വരും ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ ട്രംപ്. ഇൻ പ്രേംസ് ഡ്രീംസ്, പ്രേം കൻ ഡ്രീം അബൌട്ട് ഇറ്റ്. ഈ ട്രീസൺ എന്നൊക്കെ പറയുമ്പോൾ പ്രേം ഒരു ലോയർ ഒക്കെ ആകുമ്പോൾ പ്രേമിന്റെ വിചാരം പ്രേമിന് എന്തും പറയാം, അതെല്ലാം ബാക്കിയുള്ളവർ വിശ്വസിച്ചോളുന്നതാണ്. ഐ ഡോണ്ട് റിയലി കെയർ. ബട്ട് പ്രേമിന് ഭയങ്കര ഇഗ്നോറൻസ് ആണ് അതിൽ നിന്ന് വെളിവാകുന്നത്. ട്രീസൺ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഇവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. പ്രേം ഒരു ലോയറൊക്കെ ആയതിന്റെ പേരുള്ള റെസ്പെക്ട് എനിക്കുണ്ട്. എന്റെ നൈബറാണ്, വിർജീനിയക്കാരനാണ്. പക്ഷെ ഈ കൊടുത്ത കഠിന വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ you should have a little bit more sense. Yes, you hate Trump, I know that, but that doesn't mean that you can say whatever you want to say. It is our democratic right to assemble, to protest, to raise issues to the public, to the elected senators and congressmen. അങ്ങനെയല്ല സംഭവിച്ചത് വിൻസൻ, അങ്ങനെയല്ല സംഭവിച്ചത്. പ്രേമിന്റെ വാദം ഇന്നലെ മുതലുള്ള ട്രംപിന്റെ ട്വീറ്റ് ഈ അക്രമത്തിനുള്ള ആഹ്വാനമായിരുന്നു. എവിടെ ഒരു പ്രൂഫ് പറയാനുണ്ടോ നികേഷ്? ചുമ്മാ അതും വിളിച്ചു പറയാതെ. പ്രേം അങ്ങനെ പറയുന്നു. എവിടെയാണ് ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത്? പുള്ളി അസംബ്ലി ചെയ്യാൻ ആഹ്വാനം ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ആഹ്വാനം ചെയ്തു. പുള്ളി എവിടെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത്? നിങ്ങൾ അതും വിളിച്ചു പറഞ്ഞാൽ അത് ഫാക്ട് ആവും. അങ്ങനെയാണ് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും പറയുന്നത്. But you are not privy to your own facts. He didn't call for violence. Show me one tweet calling for violence. You don't have to. No. Vincent, do you think people are so stupid that they cannot see what has just happened? I consider a lot of American people like you stupid for voting for Democrats. No. There are several stupid people who actually went to the Capitol today to protest, listening to Trump. Pakshe, what I want you to know is that most of the American people, a majority of the American people, did not sign up or did not agree to anything what Trump said. Trump made a positive remark today only to his followers saying go and protest. That protest is what led to a person's death. You're making up your facts. Wait, you have blood in your hands and Trump has blood in his hands. You are making today's facts. Protest. No. Today's protest. 80% of 74 million people believe that this election was a fraudulent election and Trump and Biden stole it. No. 80% of the people. You are a big believer in surveys, right? No. 80% of the people. 80% of 74 million Republicans who voted for Trump believe that you did not vote for Trump, and you are not going to believe. This is the falsehood. No, this is the falsehood, and this is the hyper falsehood. The falsehood you are propagating. This is very wrong. You are making up facts from the air.
There has not been a single fact, Vincent, that you have 74 million people voted for Trump. 74 Vincent, can I million speak? people. When you 10 million more than last time. 10 million more. First time in the history of America, a second-term president getting more votes than the first term. Okay, and you are saying he has no support? No people support? Yeah. We don't want your support. His final support came to a mob of irrational followers who went up to the Capitol to protest where there was no reason to protest. You have gone through the federal courts, you have gone through the state courts, you've gone to the Supreme Court. Everyone rejected everything what you had to say. All the states, including Republican states, certified the elections. Those certifications were supposed to be read in the Capitol today. Just in order to stop that, Trump made his Proud Boy followers, which includes you apparently, to go to the Capitol and create a mass ruckus in which one person died. Thousands of Indian You should be ashamed not of just it. me. No, you should be absolutely. I saw Indian flags. You should be absolutely ashamed of the stance what you're taking. You should be ashamed that your I am really ashamed of you as a Republican. Movement. How can you claim you are a Republican when you are a never-Trumper for 2 terms and you are abusing all Republican principles? That is the reason. And you are sitting here, you are giving me command. You are saying that Trump had committed treason, and you are still claiming to be a Republican. You should be very ashamed of yourself. No. You're worse than a Democrat. I'm not ashamed of being a Republican you are because worse than a I Democrat. believe in the principles. At least Democrats are known enemies. When a Democrat says that I believe in certain things, we know why they believe. I believe in conservative values, that the Democrats believe. There is a big difference between you and me. You are a person, you are a Republican, you stand Republican Party from being a Democrat to a Republican. You were a Democrat at one time, and then you jumped ship to be a Republican, and then you became a servile servant for Trump. That is not me. You can tell whatever you want to tell. Whatever you said about the Republican Party, and Republican Party not having support for Trump, that is nonsense. I have worked at the ground level for the Republican Party. I know, I understand, but that Republican Party is dead. That Republican Party has no spine. That Republican Party has no principles. That Republican Party is George Bush's party. George Bush's party, who took America to a war, spending trillions of dollars. That Republican Party is dead. അത് രണ്ട് റിപ്പബ്ലിക്കന്മാര് തമ്മിലുള്ള സംവാദമാണ്. ഒരാള് ഒബാമയുടെ കാലത്ത് ഒബാമയ്ക്ക് വോട്ട് ചെയ്ത ആള്, മറ്റേ പ്രേമാണെങ്കിൽ ട്രംപിന്റെ 2 ടേബിലും ട്രംപിനെതിരായി വോട്ട് ചെയ്ത ആള്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംവാദമായിട്ട് കണ്ടാൽ മതി ശ്രീ ജെയിംസ് അതിനെ. ശരി ശ്രീ ജെയിംസ്, പൂർത്തിയാക്കാം നമുക്ക്. ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ ആ സംവാദത്തിൽ കുറെ വാക്കുകൾ കൊണ്ട് കുറെ വാക്കുകൾ പറഞ്ഞ് ജയിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മൾ ഈ ചർച്ചയുടെ തന്നെ ഒരു നേരത്തെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാൻ അനുവാദം ചോദിച്ചപ്പോൾ അപ്പം നമ്മള് ഈ പിന്നെ റെട്ടറിക്കൽ പ്ലോ എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ വാചോടാപ വിദ്യ എന്ന് പറയുന്നത് അങ്ങനെ കുറെ വാചക കസർത്ത് കാണിക്കുന്നതിൽ കാര്യമില്ല. നമുക്കറിയാം ഈ രാജ്യം ഒത്തിരിയേറെ കാലം അടിമത്തം നിലനിന്ന രാജ്യമാണ്. ഇവിടെയുള്ള മനുഷ്യരുടെ ഇടയിൽ വംശവെറിയുണ്ട്, വർണ്ണവെറിയുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിലും ഞാൻ ഇത് മുമ്പൊരിക്കലും ഈ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഒരുപക്ഷെ ഉയർന്ന വിദ്യാഭ്യാസവും സാമൂഹ്യ ബോധവും ഒക്കെ ഇവിടുത്തെ ജനങ്ങളെ കൂടുതൽ സിവിലൈസ്ഡ് ആക്കി മാറ്റുകയും ആ ഒരു വംശവെറിയെ മാറ്റി അതിനെ അതിജീവിച്ചുകൊണ്ട് സാമൂഹ്യ ബന്ധങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ജനതയായിട്ട് ഇവിടെ മാറിയിരുന്നു. ഈ ട്രംപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണർത്തിവിട്ടത് ഇവിടത്തെ വെള്ളക്കാരന്റെ ഉള്ളിൽ ഉറഞ്ഞു കിടന്നിരുന്ന ആ വംശവെറിയെയാണ്. കൃത്യമായി ഈ രാജ്യത്തെ ആ മനുഷ്യൻ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് ഇവിടെ 1000-ലധികം ഹേറ്റ് ഗ്രൂപ്പുകൾ ഈ രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഇപ്പം വിൻസെന്റ് ഇതൊന്നും അംഗീകരിക്കണമെന്നില്ല, അംഗീകരിക്കേണ്ട. പക്ഷെ എങ്കിലും ഇതിന്റെ ഒരു ഇമ്പാക്ട്, ഇതിന്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നമ്മുടെ വരും തലമുറ പോലും അനുഭവിക്കുന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്ന ഇന്ന് നടന്ന ഈ കലാപം പോലും അതൊക്കെ വലിയ ആപൽക്കരമായ സൂചനകളാണ്
തരുന്നത് അത് കണ്ടില്ലെന്ന് നടിക്കരുത്. വെറുതെ നമ്മൾ ഒരു സംവാദത്തിൽ ഒരു ചർച്ചയിൽ വിജയിക്കാൻ വേണ്ടി എന്തെങ്കിലും കുറെ വാചക കസർത്ത് കാണിക്കുന്നതിലല്ല. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇമ്മിഗ്രൻസ് ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഇത്രയും ഈ കാര്യങ്ങൾ, ഇന്നത്തെ ഈ സംഭവം പോലും വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വ്യക്തമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഡോക്ടർ ചാലിൽ, ഇപ്പോൾ ശ്രീ ജെയിംസ് കുരിക്കാട്ടിൽ പറഞ്ഞതിന് കുറെ അർത്ഥങ്ങളില്ലേ? തീർച്ചയായിട്ടും. കാരണം എല്ലാവരും പറയുന്നതിൽ വളരെ കാരണം നമുക്ക് ട്രംപിന് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി. അത് പുള്ളിയുടെ വാചക കസർത്ത് കൊണ്ടോ പുള്ളിയുടെ പ്രസംഗം കൊണ്ടോ പുള്ളിയുടെ പഴയ സ്വഭാവം കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല. അവരും ഇങ്ങനെ പ്രത്യേകിച്ചും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ ഇപ്പം പെൻഡക്കോസ്റ്റുകാർ, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, കാത്തലിക്സ്, അങ്ങനെയുള്ള എല്ലാവരും ബ്ലൈൻഡ് ആയിട്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ കാരണം പുള്ളി ചെയ്ത ഇപ്പം സുപ്രീം കോടതി അപ്പോയിന്റ്മെന്റ് ആയാലും ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ് ആയാലും അതുപോലെ ചില സ്റ്റേറ്റിലെ മാനുഫാക്ചറിങ് ജോലിക്കാർ, ഈ യൂണിയൻ വർക്കേഴ്സ്, അതൊന്നും സാധാരണ ട്രംപിന് വോട്ട് ചെയ്ത ആൾക്കാരാണ്. അവരൊരു ട്രംപിനെ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം പുള്ളി ഇപ്പൊ ചൈനയ്ക്കെതിരെ വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ അമേരിക്കയിൽ കുറെ ജോലി കൊണ്ടുവന്നു, കുറച്ച് മാനുഫാക്ചറിങ് ഇവിടെ പ്രൊമോട്ട് ചെയ്തു. അപ്പം പുള്ളി ചെയ്ത കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ് പുള്ളിയുടെ ഒരു ടേമും കൂടെ ആഗ്രഹിച്ചാണ് പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്തത്. കുറച്ചു പേര് പുള്ളിക്ക് വേണ്ടി ഒത്തിരി ബ്ലൈൻഡ് ആയിട്ട് പുള്ളിയെ ഫാൻ ബേസ് ഉണ്ടായിരിക്കുന്നു. ഇപ്പം കുറച്ചു പേര് ഈ ട്രംപിനെതിരെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പൊ അവര് നാച്ചുറലായിട്ട് ഇങ്ങനെ സ്റ്റോം ചെയ്തായിരിക്കാം. പക്ഷെ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് പ്ലാൻഡ് ആണെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാൻ തെളിവ് കാണാൻ ചാൻസ് കുറവാണ്. പക്ഷെ ആ ടൈമിങ്, ഇത് ആക്സിഡന്റ് ഉണ്ടായതല്ല, ഡേ ചോസൺ ആണ്. ഡോക്ടർ ചാലിൽ, എനിക്ക് ഇപ്പോ കിട്ടിയ ഒരു നോട്ടില് എനിക്ക് തോന്നുന്നത് ടിക്കറിൽ ഉണ്ടാവും, അത് 4 മരണമായി ഉയർന്നിരിക്കുന്നു. സ്നാപ്ചാറ്റ് കൂടി ട്രംപിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള 4 മരണം. നമ്മൾ 1 മരണം എന്ന് വെച്ചാണ് തുടങ്ങിയത്. വെരി അൺഫോർച്ചുനേറ്റ്, വളരെ വളരെ ദുഃഖമാണ്. കാരണം അതും ആ ട്രംപ് ഫാൻസിനാണ്. ആദ്യത്തെ മരിച്ച പെൺകുട്ടി ഒരു ഡൈ ഹാർഡ് ട്രംപ് ഫാൻ ആയിരുന്നു. ഒരു ലോങ് ടേം മിലിറ്ററി വെറ്ററൻ ആണ് ആ പുള്ളിക്കാരി. സാന്റിയാഗോ എന്ന് വന്നതെന്ന് പറയുന്നത്. ഇപ്പൊ മരിച്ചാലെന്നറിയില്ല, കൂടുതലേ ഉള്ളൂ. എന്നിരുന്നാലും എന്ത് സംഭവിച്ചാൽ അത് വളരെ 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 ദുഃഖകരമാണ്. കാരണം ഇത് കുറച്ചൊക്കെ പ്രീ പ്ലാൻഡ് ആണ്, ആക്സിഡന്റൽ അല്ല. ആ സമയത്ത് പോലീസുകാർ ഇല്ലാതിരിക്കുക, അവിടെ ആവശ്യത്തിന് ഇന്റലിജൻസ് ഫെയിലർ ഉണ്ടാകുക, അതൊന്നും അമേരിക്ക അത്ര സാധാരണമല്ലത്. ഇവിടുത്തെ ഇന്റലിജൻസ് ഒക്കെ നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വരേണ്ടതാണ്. സോ ഐ തിങ്ക് ഇറ്റ് വാസ് പ്ലാൻഡ്. സി ജി ഡാനിയൽ, അവസാനത്തെ ചോദ്യം നോക്കൂ. അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ആളെ കിട്ടുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിലെ ജനാധിപത്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യൗവന ദിശയിൽ പോലും ആയിട്ടില്ല ഇന്ത്യയിലെ ജനാധിപത്യം. കുറച്ചുകൂടി കാലമെടുക്കും നമ്മളൊരു പൂർണ്ണമായ ഒരു ജനാധിപത്യമായി മാറുന്നതിന്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നിലവാരം നമ്മുടേത് വളരെ താഴ്ന്നയായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ട്രൽ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഏതാണ്ട് ഒരു ശിലായുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലെയാണ് അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് എന്ന തോന്നലാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ജനാധിപത്യം, ബ്രിട്ടീഷ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനാധിപത്യമൊക്കെ ഉയർന്നു നിൽക്കുന്നത് അവരുടെ കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് കൊടുത്തിട്ടുള്ള പ്രാധാന്യം. ഇപ്പോൾ ഒബാമയുടെ തന്നെ ഒരു സ്പീച്ച് എടുത്ത് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അസൂയാവഹമായ നേട്ടമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. അമേരിക്കയിൽ ഇങ്ങനെ ഒരു തലമുറ ഉയർന്നു വരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണോ, വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ? വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. ഇപ്പൊ ഡോക്ടർ ജോസഫ് ചാലി പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ട്രംപ് ഒരു കൂട്ടം ആൾക്കാരെ പുള്ളിയുടെ പക്ഷത്താക്കി. എക്സാമ്പിൾ പെന്തിക്കോസ്റ്റ്, ഇവാഞ്ചലിക്കൽസ്, ഞാനും ആക്ച്വലി പെന്തിക്കോസ്റ്റാണ്. പക്ഷെ ഞങ്ങളുടെ ചർച്ചയാണ് 90% ആൾക്കാരും ട്രംപിന്റെ ഭക്തന്മാരാണ്. ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോവിഡിന്റെ റിലീഫ് ഫണ്ട് വന്നപ്പം തന്നെ മില്യൺസ് ഓഫ് ഡോളർ ചർച്ചുകൾക്ക് ട്രംപ് കൊടുത്തു. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഹൂസ്റ്റണിലുള്ള ജോയൽ ഓസ്റ്റിന്റെ ചർച്ചിന് 4.3 മില്യൺ. ഡാളസിലുള്ള വേറൊരു ചർച്ചിന് ഡേസ്റ്റാർ TV-കാർക്ക് 3.5 മില്യൺ. അദ്ദേഹം അതിന്റെ കൂടെ കുറെ കൂടി ഇട്ടൊരു പ്രൈവറ്റ് എയർക്രാഫ്റ്റ് മേടിച്ചു. ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ സ്വയം പര്യാപ്ത നേടിയ ചർച്ചുകളാണ്. കാതലിക് ചർച്ചിന് മില്യൺസ് ഓഫ് ഡോളർ. അവരെ എല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന പോലെ ഓർത്തഡോക്സും ജാക്കബൈറ്റ്സും തമ്മിൽ അവര് BJP-കാരോട് പറയും, ഞങ്ങളുടെ ഇത്ര ലക്ഷം വോട്ടുണ്ട്, ഞങ്ങൾ നിന്നാൽ ഞങ്ങൾ വോട്ട് തരാം. അങ്ങനെ കുറെ ആൾക്കാരെ 5% എടുത്തിട്ട്, പിന്നെ കൂടാതെ സ്മാർട്ട് ബോയ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച്, അങ്ങനെയാണ് ഈ കൂടുതലും ട്രംപിന് സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ട്രംപ് പറയുന്നല്ലോ, ഇപ്പം നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, 2-3 ദിവസം മുമ്പ് ജോർജിയയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ വിളിച്ചു പറഞ്ഞു,
I need 13,400 votes. You do whatever. You are a Republican. The governor is also Republican. എനിക്ക് 13,400 വോട്ട് വേണം. അത് വോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനാ പറഞ്ഞത്. That is a criminal offense. Interfering with our. Why you are laughing, Mr. Vincent? I feel like don't interfere me. Don't interfere. ഒരു മിനിറ്റ്, അടുത്ത ഒരു ചാൻസ് വിൻസെന്റ് ഉണ്ട്. അടുത്ത ഒരു ചാൻസ്. സെക്രട്ടറി സ്റ്റേറ്റിനെ വിളിച്ചു പറയാം. ഡയറക്ട്ലി I cannot laugh, I cannot breathe, ഇല്ല. I cannot do anything. You want വിൻസെന്റ് അവസാനത്തെ ചാൻസ് താങ്കൾക്കാണ്. അവസാനത്തെ ചാൻസ്. ഞാൻ ഈ ചർച്ചയിൽ ഏറ്റവും സമയക്കുറവ് കൊടുത്തത് ശ്രീ CG ഡാനിയലാണ്. അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞിട്ടേ വേറൊരാൾ സംസാരിക്കൂ. ശ്രീ CG ഡാനിയൽ തുടരൂ. ഇവിടെ നമ്മളെല്ലാവരും സംസാരിച്ച് അത്രയും സമയം വിൻസെന്റ് ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ കിട്ടി. ഇവിടെ അല്ലല്ല, ഒരു മിനിറ്റ് ശ്രീ ജെയിംസ് പെട്ടെന്ന് ഒരു മറുപടി പറയാം. അത് പോരാന്നാണ് പറഞ്ഞത് 3 ഇരട്ടി വേണമെന്നാ പറഞ്ഞത്. അതെ, 3 ഇരട്ടി അല്ല, 4 ഇരട്ടി കിട്ടി വിൻസെന്റ് അല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. ഇവിടെ നികേഷ് ചോദിച്ചല്ലോ അമേരിക്കയില് ഇതിനൊക്കെ ആളെ എങ്ങനെ കിട്ടുന്നതെന്ന്. സത്യത്തിൽ നികേഷ്, ഇവിടെ എല്ലാ സംഗതിക്കും ഇവിടെ ആളെ കിട്ടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. നികേഷ് അറിയോ, ഇവിടെ ഏമിഷ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോഴും വൈദ്യുതി ഒന്നും ഉപയോഗിക്കാതെ, കാറൊന്നും ഉപയോഗിക്കാതെ ജീവിക്കുന്നവര്. അതേപോലെ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഫ്ലാറ്റ് എർത്ത് തിയറി അസോസിയേഷൻ എന്ന് പറയുന്നത്. അത് ഇന്നും ഭൂമി പരന്നതാണെന്ന് ജീവിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്നവരുടെ അസോസിയേഷൻ തന്നെയുണ്ട്. ഏതാണ്ട് 40,000-ലധികം പേര് അസോസിയേഷൻ ഉള്ളതാ പറയുന്നത്. വിൻസെന്റിനെ പോലെയൊക്കെയുള്ള വളരെ രാഷ്ട്രീയ ബോധം ഉള്ളവരാണ് ഈ ഇങ്ങനെയുള്ള അസോസിയേഷൻ. അപ്പൊ എല്ലാ തരത്തിലും ഉള്ള ആളുകൾ ഇവിടെ ഈ രാജ്യത്ത് ഭൂമി വരുന്നതാണെന്ന് വിൻസെന്റ് വിശ്വസിക്കുന്നുണ്ട്. കേൾക്കുമ്പോഴും ഞാൻ ചിരിക്കുന്നേ, ഞാൻ ആക്രോശിക്കുന്നൊന്നുമില്ല. ഓക്കെ, ജെയിംസിന് എന്തും പറയാം, ഡാനിയലിന് എന്തും പറയാം, ഇവൻ ഡോക്ടർ ചാലിന് പോലും എന്തും പറയാം. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ വിളിച്ച് അങ്ങനെ പറഞ്ഞതിൽ താങ്കളുടെ ന്യായീകരണം എന്തോ? ഇസ് ഇറ്റ് ഫെയർ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്, അത് സ്റ്റേറ്റ് ആണ് ഇലക്ഷൻ കാര്യം ചെയ്യുന്നത്. പ്രസിഡന്റ് ട്രംപ് ജോർജിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ വിളിച്ച് എനിക്ക് 13,400 വോട്ട് വേണം. യു ഡു വാട്ട് എവർ യു വാണ്ട്. റിപ്പബ്ലിക്കൻ ഗവർണർ ഈസ് ഓൾസോ റിപ്പബ്ലിക്കൻ. മനസ്സിലായി, ഞാൻ പറയാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു വളരെ ലോങ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വോട്ടുകളുടെ സ്ഥലങ്ങൾ, ഇന്ന സ്ഥലത്ത് 1,000 വോട്ട് പോയി, ഇന്ന സ്ഥലത്ത് 1,000 വോട്ട് പോയി, ഇന്ന കാരണം കൊണ്ട് 1,000 വോട്ട് പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മറ്റേയാള് അയാളുടെ നിസ്സഹായത പറഞ്ഞതാണ്, ഇതൊന്നും എനിക്കറിയണ്ട, ഇതിനകത്ത് ഈ നഷ്ടപ്പെട്ട വോട്ടുകളിൽ ഒരു 10,000 വോട്ട് എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ ജയിച്ചു, 11,000 വോട്ട് എനിക്ക് കിട്ടിയാൽ. ആ കോൺവെർസേഷൻ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കൂ. CG ഡാനിയൽ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കൂ. ഈ CNN പറയുന്ന ടോക്കിംഗ് പോയിന്റ്സ് കേൾക്കാതെ ആ എൻറ്റയർ കോൺവെർസേഷൻ ഒന്ന് കേട്ടു നോക്കൂ. അപ്പൊ CG ഡാനിയലിന്റെ തന്നെ ഈ വെറുപ്പ് കുറേശ്ശെ ഇറങ്ങാൻ തുടങ്ങും. ഓ, ഇത്രേ ഉള്ളൂ എന്ന് തോന്നാൻ തുടങ്ങും. ആ 1 മണിക്കൂറിലെ കോൺവെർസേഷൻ ഞാൻ മുഴുവൻ കേട്ടതാണ്. അത് അയാൾക്ക് ട്രംപിനെതിരെ ഞാൻ പറയണ കേൾക്കൂ. ഞാൻ 1 മണിക്കൂറുള്ള കോൺവെർസേഷൻ മുഴുവൻ കേട്ടതാണ്. അപ്പോ അയാൾ പറഞ്ഞത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഇന്റന്റ് വെച്ചിട്ടാണ് അയാൾ സംസാരിച്ചത്. വേണമെങ്കിൽ ജോർജിയയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഷേ. Okay, intended ഞാൻ I am talking about what is in the conversation. അല്ലല്ല, ഞാൻ ആ കോൺവെർസേഷനെ കുറിച്ചാണ്. You are a lawyer. You should understand this. You should know this better. There is no way you can prove any intent. അല്ല, ആരെങ്കിലും എന്തെങ്കിലും വിവരമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അത് എതിർക്കുന്നത് എന്തിനാണ്? No, because you are a lawyer. You should not say this. ഞാൻ ലോയറാണ്. ഞാൻ നിയമം ആചാരമായിട്ട് ആണ് ഞാൻ പറയുന്നത്. I am fighting for Trump not because of Trump love. I am fighting because he is a human being. I can be accused of the same thing. You can say that I wanted to kill you. ഒരു മിനിറ്റ്, I don't want to. ഒന്ന് പ്രേം ഒന്ന് പറഞ്ഞ് പൂർത്തിയായിക്കൊള്ളട്ടെ. പ്ലീസ് പ്രേം തീർക്കും. അല്ല, ഈ ജോർജിയയില് വേണമെങ്കിൽ കേസ് എടുക്കാം ട്രംപിനെതിരെ. എന്ന് വെച്ചാൽ ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റന്റ് വെച്ചിട്ടാണ് അയാൾ എടുക്കുന്നുണ്ടല്ലോ. ഓൾറെഡി നിങ്ങൾ ഫയൽ ചെയ്തല്ലോ, കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. അത് ചെയ്യണല്ലോ. പ്രേം പൂർത്തിയാക്കൂ പ്ലീസ്. ആര് തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ $40 million. അയാൾക്ക് everything about him. You investigated a lot of intent. You investigated a lot of Russia intent. You didn't find a clue. You didn't have nothing to prove. You were still looking for intents. And then you impeached him for Ukraine intent. The thing is, these are the intent. People who do not want to believe. The smart guys operate, Prem. Blinded
blinded, they will never listen to facts, or they No, will never. I am fighting It is very thinking of you unfortunate. talking about me, the Alla, same thing. It is very unfortunate. I am a Vincent. person who talk my mind. You can Alla, say you this is just- Vincent's Shri intent. Vincent, Shri Okay, Vincent, I have lot of intent. ശ്രീ വിൻസെന്റ് This is പ്രേം my ഒന്ന് intent. പൂർത്തിയാക്കട്ടെ. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഒന്ന് പൂർത്തിയാക്കട്ടെ, ഒന്ന് പൂർത്തിയാക്കട്ടെ. ഒരേ വാചകം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു 10 മിനിറ്റായി ശ്രമിക്കുന്നു. പറയൂ ശ്രീ പ്രേം. I will fight for you the same way. Yes, If somebody പ്രേം blames പൂർത്തിയാക്കൂ. you for your അദ്ദേഹം ഒരു വാചകം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല 10 മിനിറ്റായിട്ട്. ശ്രീ പ്രേം പൂർത്തിയാക്കൂ. അല്ല ഈ ട്രീസൺ എന്ന് പറയുന്നതും ഇൻസറക്ഷൻ എന്ന് പറയുന്നതും വിത്ത് ക്ലിയർ നോളജ് ആൻഡ് വിത്ത് ക്ലിയർ ഇന്റന്റ്, ഇഫ് ട്രംപ് ഹാസ് ആക്ച്വലി മേഡ് എ കോൾ ടു ഹിസ് പീപ്പിൾ ടു ഗോ ടു ദ ക്യാപിറ്റൽ ആൻഡ് പ്രൊട്ടസ്റ്റ് വിച്ച് ലെഡ് ടു വയലൻസ്, that is absolutely treasonous. It is sedition, it is insurrection. ഇത് മൂന്നും ക്രിമിനൽ ചാർജസ് ആണ്. അല്ല, അത് എന്ത് പ്രൂഫാ ഉള്ളത്? ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. ശ്രീ പ്രേമിന്റെ കയ്യിൽ എന്ത് പ്രൂഫാണ് അതിനുള്ളത്? പ്രേമിനെ പോലത്തെ ആൾക്കാർ പറയുന്നതായിട്ടായിരിക്കും അവർ ഇംപീച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചത്. അതുപോലെ ആയിരിക്കും അവര് മുള്ളറിനെ കൊണ്ട് റിപ്പോർട്ട് കൊണ്ട് 3.5 വർഷം എൻക്വയറി നടത്തിയത്. $40 million, 3.5 years, 450 witnesses. പ്രേമിനെ പോലത്തെ ലോയേഴ്സ് അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നു. ഓഫ് കോഴ്സ്, ഒബ്വിയസ്ലി. ഫേസ്ബുക്ക് അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഫേസ്ബുക്ക് അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വിറ്റ്നസസിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കൺവിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അത് കാരണം കൊണ്ടാണ് ഇംപീച്ച് ചെയ്ത് ഒബ്സ്ട്രക്ഷൻ അഗൈൻസ്റ്റ് കോൺഗ്രസിനെ ഇംപീച്ച് ചെയ്തത്. അല്ല, നോക്കൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ നന്ദി എല്ലാവർക്കും. ഇപ്പോ ശ്രീ വിൻസെന്റ്, സംഭവിച്ചിരിക്കുന്നത് സ്നാപ്ചാറ്റ് ഇല്ല, ട്വിറ്റർ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. ഇനി വാർത്താ സമ്മേളനം നടത്തിയ ടെലിവിഷൻ ചാനലുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവും. വല്ലാത്ത ഗതികേട് തന്നെ, വല്ലാത്ത ഗതികേട്. After you listen to that entire conversation, you will also join. അല്ല ശ്രീ വിൻസെന്റ്, ശ്രീ വിൻസെന്റ്, ശ്രീ വിൻസെന്റ്, ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ടിവിയോട് താങ്കൾ, ശ്രീ വിൻസെന്റ്, റിപ്പോർട്ടർ ടിവിയോട് താങ്കൾ നന്ദി പറയണം. കാരണം എനിക്ക് തോന്നുന്നു ട്രംപിന്റെ വാദം പറയാൻ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി മാത്രമാണ് സമയം നൽകുന്നത്. ഇനിയിപ്പോൾ ഫേസ്ബുക്കിലൂടെ പറയാൻ പറ്റില്ല, ട്വിറ്ററിലൂടെ പറയാൻ പറ്റില്ല, സ്നാപ്ചാറ്റിലൂടെ പറയാൻ പറ്റില്ല. വാർത്താ സമ്മേളനം നടത്തിയാൽ ടെലിവിഷൻ ചാനലുകൾ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യും. അപ്പോൾ ട്രംപിന് രാജ്യത്തോടോ ലോകത്തോടോ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് എത്തി നിൽക്കുന്നത്. ഒരു ട്രംപ് അനുകൂലിയായ വിൻസെന്റിന് റിപ്പോർട്ടർ ടി വി ഈ 1 മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഭാഗം നൽകിയതിന് താങ്കൾ റിപ്പോർട്ടർ ടി വിയോട്, റിപ്പബ്ലിക്കൻ പാർട്ടി റിപ്പോർട്ടർ ടി വിയോട് നന്ദി പറയണം. താങ്ക് യു. ഓഫ് കോഴ്സ്, ഒബ്വിയസ്ലി. ഞാൻ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ടിവിയുടെ പ്രോഗ്രാമിൽ ഞാൻ ഇപ്പോഴും കമന്റ്. വളരെ നന്ദി. ഡോക്ടർ ജോസഫ് ചാലിൽ, വിൻസെന്റ് സേവ്യർ, ജെയിംസ് കുരിക്കാട്ടിൽ, പ്രേം വേലായുധൻ, CG ഡാനിയൽ, നന്ദി ബ്രേക്കിംഗ് ടൈമിൽ സഹകരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം ബ്രേക്കിംഗ് ടൈം തുടരും.